നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. IB ഉദ്യോഗസ്ഥ മേഘ മധുവിന്റെ ആത്മഹത്യ കേരളത്തെ വല്ലാതെ ഞെട്ടിച്ച ഒന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം കേരള പോലീസ് IB ഒക്കെ ആരംഭിച്ച പശ്ചാത്തലമുണ്ട്. ഈ സംഭവത്തിൽ ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഓരോ ദിവസവും പുറത്തു വരികയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, ഈ മരണത്തിന് കാരണക്കാരനായ മേഘ മധുവിന്റെ സുഹൃത്ത് IB ഉദ്യോഗസ്ഥൻ കൂടിയായ സുഗാന്ത് സുരേഷിന് ഒരേ സമയമുണ്ടായിരുന്നത് 3 പ്രണയബന്ധങ്ങളാണ് എന്നുള്ളതാണ്. മേഘ ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെട്ടതിനു ശേഷം തലസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയതിൻ്റെ തെളിവുകളും അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. മേഘയും സുഗാന്തും തമ്മിൽ നടന്ന സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ ന്യൂസ് 8-ന് കിട്ടിയ പശ്ചാത്തലം കൂടിയുണ്ട്. ഇതിനിടെ സുഗാന്ത് സുരേഷ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി അറസ്റ്റ് മറ്റും ഒഴിവാക്കാനുള്ള ശ്രമത്തിൽ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഡാൻ കുര്യൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഡാന്, ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം, അതിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത്, ഈ കുട്ടി മേഘ IB ഉദ്യോഗസ്ഥ അവർ ചികിത്സ തേടി എന്നുള്ളതാണ്. സാമ്പത്തികമായി മാത്രമല്ല ഉപയോഗപ്പെടുത്തിയത് ഈ പ്രതി, ഒപ്പം ലൈംഗികമായും മേഘയെ പീഡിപ്പിച്ചിരുന്നു. ലൈംഗികമായി മേഘ ദുരുപയോഗം ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ളത് ചെറിയ സംഭവമല്ല. സ്വാഭാവികമായും ഇയാൾക്ക് കുരുക്ക് മുറുകുകയാണ്. ഇപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള തെളിവുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് കിട്ടിയിരിക്കുന്നത്? ഈ മേഘ മധുവിൻ്റെ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണം വിവാഹത്തിൽ നിന്ന് ഈ സുഗാന്ത് സുരേഷ് പിന്മാറി എന്നതിനപ്പുറത്തേക്ക് ശാരീരികമായി ദുരുപയോഗം ചെയ്തതിന് ശേഷം അതുമായി ബന്ധപ്പെട്ടുണ്ടായ മാനസികമായ സമ്മർദ്ദങ്ങൾ, അതിനുശേഷം തന്നെ അവോയ്ഡ് ചെയ്യാനുള്ള ബോധപൂർവമായ നീക്കം സുഗാന്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ ഒരു പശ്ചാത്തലമാണ് എന്ന നിഗമനത്തിലേക്കാണ് അന്വേഷണം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. സുഗാന്തിനെതിരായ കുരുക്ക് മുറുകുന്നു എന്ന് തന്നെ പറയണം. അങ്ങനെയാണെങ്കിൽ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് വ്യാപകമായ അന്വേഷണം സുഗാന്തിന് വേണ്ടി കേരളത്തിനകത്തും പുറത്തും പോലീസും IB ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും സുഗാന്തോ കുടുംബാംഗങ്ങളോ എവിടെയാണ് എന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു വിവരങ്ങളുമില്ല. ആദ്യം മലപ്പുറത്തെ വീട്ടിലാണ് അന്വേഷണ സംഘം എത്തിയത്. അവിടെ വിവരങ്ങളൊന്നും ലഭിക്കാതിരുന്ന പശ്ചാത്തലത്തിലാണ് കൊച്ചിയിൽ സുഗാന്ത് താമസിച്ചിരുന്ന സ്ഥലത്ത് മുറിക്കുള്ളിൽ വ്യാപകമായ പരിശോധന നടത്തിയത്. ഈ പരിശോധനയ്ക്കിടയിലാണ് സുഗാന്ത് സുരേഷിന് ഈ മേഘ മധുവിന് പുറമെ IBയിലെ മറ്റ് 2 വനിതാ ഉദ്യോഗസ്ഥരുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചത്. അതോടൊപ്പം 2 തവണ സിവിൽ സർവീസ് പ്രിലിംസ് പാസ്സായ സുഗാന്ത് മെയിൻസിൽ വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തി പരീക്ഷ എഴുതിയെങ്കിലും പരാജയപ്പെട്ടു. പക്ഷേ IAS മോഹം മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ട് കയ്യിൽ കരുതിയിരുന്ന പേഴ്സണൽ ഡയറിയിൽ സുഗാന്ത് സുരേഷ് IAS എന്ന് എഴുതിയിരുന്നതായും, അതോടൊപ്പം ഈ ഡയറിക്കുള്ളിൽ ഓരോ ദിവസവും എന്താണ് പഠിച്ചത്, എന്താണ് പഠിക്കാൻ വിട്ടുപോയ കാര്യങ്ങൾ എന്നൊക്കെ കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നതായുമാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. അതായത് ഒരു ഒഴിവ് കഴിവ് എന്ന വണ്ണം ഈ മേഘയോട് അടക്കം സുഗാന്ത് പറഞ്ഞിരുന്നത് ഈ വിവാഹം എന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കാനാവില്ല, കാരണം താൻ സിവിൽ സർവീസിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്, IAS നേടിയിട്ട് മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ. ഈ ഒരു ന്യായം പറഞ്ഞുകൊണ്ടാണ് മേഘയുടെ അടുത്ത് നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിരുന്നത് സുഗാന്ത്. അതിനിടയിലാണ് ഈ ശാരീരികമായ ഒരു ദുരുപയോഗം ഉണ്ടാകുകയും അത് വലിയ പ്രതിസന്ധികൾക്ക് വഴിവെക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ടായത്. അതാണ് ഇത്തരത്തിൽ വലിയ, അതായത് പോലീസിൻ്റെ അന്വേഷണത്തെയും അതോടൊപ്പം തന്നെ IB ഉദ്യോഗസ്ഥരുടെ അന്വേഷണത്തെയുമൊക്കെ വലിയ തരത്തിൽ കുഴയ്ക്കുന്ന തരത്തിലേക്ക്, എന്താണ് ഇതിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ ധാരണ ഉണ്ടാകാത്തൊരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്ത് എന്തായാലും വിശദമായ അന്വേഷണമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അന്വേഷണത്തിൽ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ, അതായത് ഈ സുഗാന്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നു എന്ന കാര്യത്തിൽ അടക്കം വ്യക്തമായ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് സൂചന. അതോടൊപ്പം സാമ്പത്തികമായി ഈ ചൂഷണം ചെയ്തിരുന്നത് മേഘ മധുവിനെ മാത്രമാണ്. മറ്റ് 2 പേരെ സാമ്പത്തികമായി ചൂഷണം ചെയ്യാൻ സുഗാന്ത് സുരേഷിന് കഴിഞ്ഞിരുന്നില്ല എന്നുകൂടി ഇതിനോടകം നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായതായാണ് നമുക്ക് അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന സൂചനകൾ. അതായത് ഈ കുട്ടി, നമുക്ക് നേരത്തെ മാതാപിതാക്കൾ പറഞ്ഞിരുന്നത് മേഘയുടെ ലഭിക്കുന്ന ശമ്പളത്തിൻ്റെ വലിയൊരു ഭാഗം ഈ സുഗാന്തിൻ്റെ അക്കൗണ്ടിലേക്ക് പോയിരുന്നു. അതായത് കൃത്യമായി തന്നെ സാമ്പത്തികമായി ഒരുപാട് സുഗാന്ത് യൂസ് ചെയ്തിരുന്നു മേഘയെ. അതിനൊപ്പമാണ് ഈ പറഞ്ഞതുപോലെ ലൈംഗിക ചൂഷണത്തിനടക്കം ഇരയാക്കുകയും ഈ പെൺകുട്ടി ഗർഭചിത്രത്തിനടക്കം തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ ചികിത്സ തേടുകയും മറ്റും ചെയ്തു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും ഇയാളൊരു സൈക്കോ ക്രിമിനലാണ് എന്ന് മനസ്സിലാക്കത്തക്ക വിധത്തിൽ, അതായത് മറ്റ് 2 ബന്ധങ്ങൾ കൂടി ഇയാൾക്കുണ്ടായിരുന്നു. കുംഭമേളയ്ക്ക് പോയപ്പോൾ മറ്റൊരു ഉത്തരേന്ത്യക്കാരിയായ യുവതിയെ പീഡിപ്പിച്ച സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ തരത്തിലും ഒരു സൈക്കോ ആൾ എന്ന തരത്തിൽ തന്നെ ഇയാളെ കാണാം. അങ്ങനെ തന്നെയാണോ അന്വേഷണ സംഘവും ആ തരത്തിൽ തന്നെയാണോ അന്വേഷിക്കുന്നത്?
രഞ്ജിത്ത്, ടൈം പാസിന് വേണ്ടി, അതായത് സിവിൽ സർവീസ് പഠനത്തിനിടയിലുള്ള സമ്മർദ്ദങ്ങൾ ഒഴിവാക്കുന്നുള്ളൊരു ടൈം പാസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ 3 പേരെ ഒരേ സമയം ഇങ്ങനെ 3 പേരുമായി ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്നതെന്നും എന്നാൽ ആ 3 പേർക്കും പരസ്പരം അറിയത്തില്ലായിരുന്നു, ഇങ്ങനൊരു കാര്യം നടക്കുന്നു എന്ന കാര്യം അറിയത്തില്ലായിരുന്നു എന്നുമാണ് ഇപ്പോൾ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ മേഘ വിവാഹം കഴിക്കണം, എത്രയും പെട്ടെന്ന് വിവാഹം ചെയ്യണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയ പശ്ചാത്തലം നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ശാരീരികമായി ദുരുപയോഗം ചെയ്യപ്പെട്ട ഒരു പശ്ചാത്തലം തന്നെയാണ്. പക്ഷേ അപ്പോഴാണ് ബോധപൂർവമായി ഈ വിവാഹ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഒരു ശ്രമം സുഗാന്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയും അതിൻ്റെ പേരിൽ അവർക്കിടയിൽ വലിയ തർക്കങ്ങൾ ഉടലെടുക്കുകയും അത് കുടുംബാംഗങ്ങൾ തന്നെ ആദ്യഘട്ടത്തിൽ ഒരുപാട് എതിർത്തിരുന്നു സുഗാന്തുമായുള്ള ഈ വിവാഹബന്ധത്തെ. പക്ഷേ പിന്നീട് ഈ മേഘ തന്നെ ഈ ഒരു ബന്ധം മതി, തനിക്ക് സുഗാന്തിനെ തന്നെ വിവാഹം കഴിക്കണമെന്ന ആവശ്യം കുടുംബാംഗങ്ങളെ അടക്കം പറഞ്ഞ്, ബന്ധുക്കളെ അടക്കം പറഞ്ഞ് അവരുടെ ഈ മേഘയുടെ പാതയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അപ്പോഴാണ് ഈ വിവാഹാലോചനയിൽ നിന്ന് സുഗാന്ത് തന്നെ പിന്മാറുന്ന പശ്ചാത്തലമുണ്ടായത്. 2 സംഭവങ്ങൾ ഒരുപോലെ ഉണ്ടായത്, അതായത് ഒന്ന് ശാരീരികമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നു, അതിന് പിന്നാലെ വിവാഹം കഴിക്കാൻ ഇല്ല എന്ന നിലപാടിലേക്ക് സുഗാന്ത് എത്തുന്നു. ഇത് രണ്ടും ഒരുപോലെ ഉണ്ടായതോടെയാണ് പിന്നീട് തനിക്ക് മുമ്പിൽ ഒരു പോംവഴിയില്ല എന്ന് കണ്ട് ജീവനെടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് മേഘ തന്നെ എത്തിയത് എന്ന വിവരങ്ങളാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ സുഗാന്തിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതായി വരും. ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് വിശദമായ അന്വേഷണം സംസ്ഥാനത്തിനകത്തും പുറത്തും സുഗാന്തിനെ പിടികൂടുന്നതിന് വേണ്ടി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇയാൾ താമസിക്കുന്ന വീട്ടിൽ ഇയാളുടെ മാതാപിതാക്കളെ കാണാനില്ല, ഇയാളുമായി ബന്ധപ്പെട്ട സൂചനകളില്ല. നമ്മളിപ്പോൾ ഓൺലൈൻ വീഡിയോയിൽ കാണുന്ന വാർത്ത എന്ന് പറയുന്നത് അവിടെ ചില വളർത്തുമൃഗങ്ങൾ മാത്രമാണ്, 8ഓളം പശുക്കൾ, ഒരു നായ, പിന്നെ കുറേ കോഴികൾ. ഇതിനൊന്നും ആഹാരം കൊടുക്കാൻ പോലും ആരുമില്ലാത്ത തരത്തിലാണ്. ഇയാളുടെ ബന്ധുവീടുകളിലും മറ്റും പോലീസ് സംഘത്തിൻ്റെ അന്വേഷണമുണ്ട്. അപ്പം IBയുടെ ഒരു അന്വേഷണം കൂടി ഉണ്ടല്ലോ ഡാൻ, അത് വളരെ പ്രധാനമാണല്ലോ. കാരണം കേന്ദ്ര ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയൊക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇയാളെ പുറത്താക്കുക, ഇയാൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുക, അങ്ങനെ എല്ലാ തരത്തിലും കാര്യങ്ങൾ നീങ്ങിയേക്കാം. ലുക്കൌട്ട് നോട്ടീസ് അടക്കം ഇയാൾക്കെതിരെ ഈ പറഞ്ഞതുപോലെ നേരത്തെ പുറത്തിറക്കിയിരുന്നു. എത്ര നാളിങ്ങനെ ഒളിവിൽ കഴിയാൻ സാധിക്കുമെന്നുള്ളതാണ്. മൊബൈൽ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആണ്, ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് അയാളിലേക്ക് എത്താനുള്ള സാഹചര്യം ഒരുങ്ങാതിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇയാൾ പിടിയിലാകുമെന്നുള്ള സൂചനകൾ തന്നെയാണോ ലഭിക്കുന്നത്? ഒരു പക്ഷേ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ ഉദ്യോഗസ്ഥർ ഇപ്പോഴും പങ്കുവെക്കാൻ തയ്യാറാകുന്നില്ല. അതായത് ഇയാൾ എത്താനിടയുള്ള സ്ഥലങ്ങളിലെല്ലാം അന്വേഷണ സംഘം പല ഘട്ടങ്ങളിലായി പല സംഘങ്ങളായി തിരിഞ്ഞെത്തിയിരുന്നു. പക്ഷേ അപ്പോഴും സുഗാന്തിനെയോ മാതാപിതാക്കളെ സംബന്ധിച്ച ഒരു സൂചനകളും അവർക്ക് ലഭിച്ചിട്ടില്ല. അവിടെ പ്രധാനമായിട്ടുള്ളത് ഈ പല സ്ഥലങ്ങളിൽ ജോലിയുമായി ബന്ധപ്പെട്ട സുഗാന്ത് യാത്ര ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രഹസ്യമായി എവിടെയെങ്കിലും സ്ഥലത്ത് തങ്ങാനുള്ള ഒരു സാധ്യതയ്ക്ക് തന്നെയാണ് പോലീസ് മുൻതൂക്കം നൽകുന്നത്. രാജ്യം വിട്ടിട്ടില്ല എന്നാണ് ഇതിനോടകം നടത്തിയ അന്വേഷണത്തിൽ, അതായത് CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോലീസിൻ്റെയും IBയുടെയും പരിശോധന നടക്കുന്നത്. രാജ്യം വിടാനുള്ള ഒരു സാധ്യതയുമില്ല. ഇവിടെ തന്നെ തൊട്ടടുത്തുള്ള ഏതോ ഒരു സ്ഥലത്ത് ഒളിവിൽ കഴിയുകയാകാം സുഗാന്ത് എന്നൊരു നിഗമനത്തിലാണ് ഇപ്പോഴും ഈ തെരച്ചിലിങ്ങനെ ഊർജിതമായി തന്നെ തുടരുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, ഈ സംഭവത്തിൽ ഇരയായിരിക്കുന്നതും ആരോപണ വിധേയരായിരിക്കുന്നതും കേന്ദ്ര ഏജൻസിയുടെ ഭാഗമായിട്ടുള്ള IBയുടെ 2 ഉദ്യോഗസ്ഥരാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം കടുത്ത സമ്മർദ്ദം നേരിടുന്നു എന്ന ചില സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഏതായാലും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. അതിലൊന്ന്, ഈ പെൺകുട്ടി ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ഇയാളുടെ ഭാഗത്ത് നിന്ന്. ഇയാൾക്ക് മറ്റ് 2 ബന്ധങ്ങളുണ്ടായിരുന്നു, മറ്റ് 2 പെൺകുട്ടികളുമായി അടുപ്പമുണ്ടായിരുന്നു. മൊത്തം 3 പേരെ ഒരേ സമയം പ്രണയിച്ചിരുന്ന ഒരാൾ. അത് മാത്രമല്ല, പ്രണയം മാത്രമല്ല, ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. ഒപ്പം ഈ സാമ്പത്തികമായി ചൂഷണം ചെയ്യപ്പെടുന്നു. 24-25 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. ഈ കുട്ടിയെ സാമ്പത്തികമായും ഇയാളുടെ സ്വാധീനത്തിൽ പണമൊക്കെ കൊടുക്കേണ്ട പശ്ചാത്തലം ഈ പെൺകുട്ടിക്കുണ്ടാകുന്നു. ഒപ്പം ഈ പെൺകുട്ടിയെ മാനസികമായും പീഡിപ്പിച്ചിരുന്നു. ഡാൻ, അതിൽ പ്രധാനപ്പെട്ട കാര്യം 3 കോളുകൾ 3 തവണ ഈ ആത്മഹത്യക്ക് തൊട്ട് മുൻപ് ഈ ഫോൺ ചെയ്ത് സംസാരിക്കുകയും അതിനുശേഷം ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുകയുമാണല്ലോ ഈ പെൺകുട്ടി ചെയ്തത്. ഇതിൽ 3 കോളുകളാണ് എന്ന് മനസ്സിലാകുന്നു. 3 കോളുകൾ ചെയ്തിരുന്നു. അതിൽ 8 സെക്കൻഡൊക്കെ നീളുന്ന ചെറിയ ചെറിയ കോളുകളാണ്. ഇതെല്ലാം ഇയാളുമായി ബന്ധപ്പെട്ട കോളുകൾ തന്നെയാണ്. ഇതൊക്കെ എന്താണ് സംസാരിച്ചത് എന്ന കാര്യത്തിലാണ് വ്യക്തത വരേണ്ടി വന്നത്. ഇയാളുടെ എന്തെങ്കിലും പ്രേരണയോ, ആത്മഹത്യാ പ്രേരണയോ, അല്ലെങ്കിൽ ഇയാൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള പരസ്പരമുള്ള തർക്കമോ ഒക്കെ ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലാകുമല്ലോ. അത്തരം അന്വേഷണത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ പോലീസിന് കൂടുതലായി ലഭിക്കുന്നുണ്ടോ? രഞ്ജിത്ത്, അത് ഏറെക്കുറെ പോലീസ് ഇപ്പോൾ ഉറപ്പിക്കുന്നത് ഇങ്ങനെ, അതായത് ആത്മഹത്യ ചെയ്യണമെന്ന തീരുമാനം തൊട്ട് തലേ ദിവസം തന്നെ ഈ മേഘ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു തീരുമാനം, അതിൻ്റെ അടിസ്ഥാന
അടിസ്ഥാനത്തിലാണ് സഹപ്രവർത്തകരോടക്കം മനോവ്യഥയോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചില ദുരനുഭവങ്ങൾ പങ്കുവെച്ചത് എന്നാണ്. പക്ഷേ അവർക്കന്ന് അധിക നേരം ഈ സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല മേഘയുടെ അടുത്ത്. കാരണം ഔദ്യോഗികമായ ചില ജോലി തിരക്കുകൾ കാരണം ഉദ്യോഗസ്ഥർക്ക് പല വഴിയായി എയർപോർട്ടിൽ തന്നെ പല വഴിയായി നീങ്ങേണ്ട ഒരു പശ്ചാത്തലം ഉണ്ടാകുകയും മേഘയെ ആശ്വസിപ്പിക്കാൻ കഴിയാതെ പോവുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ടായി. ഇത് സംബന്ധിച്ച മൊഴിയൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അവർ നൽകിയിട്ടുമുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ഈ ഫോൺ കോൾ വിശദാംശങ്ങളിൽ നിന്ന് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത് അന്വേഷണ സംഘം എത്തിയിരിക്കുന്ന ഒരു നിഗമനം താൻ ജീവനൊടുക്കാൻ പോകുകയാണ് എന്നൊരു വിവരം അത് സുഗാൻ സുരേഷിനെ അറിയിക്കുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു ഈ ഫോൺ കോളുകൾ. അതിനപ്പുറത്തേക്ക് പെട്ടെന്നുണ്ടായ ആ ഫോൺ കോളുകളല്ല പ്രകോപനത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. കാരണം ഈ ഫോൺ വിളിച്ചുകൊണ്ടാണ് റെയിൽവേ ട്രാക്കിലൂടെ നടന്നു നീങ്ങുന്നത്. ഈ റെയിൽവേ ട്രാക്കും ഈ മേഘ താമസിക്കുന്ന സ്ഥലവും തമ്മിൽ ഒരുപാട് ദൂരമുണ്ട്. അങ്ങനെ മേഘയ്ക്ക് ഈ റെയിൽവേ ട്രാക്കിലേക്ക് എത്തേണ്ട ചാക്കഭാഗത്തേക്ക് എത്തേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ കൃത്യമായി ആത്മഹത്യ ചെയ്യുക എന്ന ഒരു ഉദ്ദേശത്തോടെ തന്നെയായിരുന്നു ചാക്കയ്ക്ക് സമീപം ഈ റെയിൽവേ ട്രാക്കിലൂടെ മേഘ നടന്നു വന്നത്. അപ്പോൾ ഫോണിൽ വിളിച്ച് ഇക്കാര്യം തൻ്റെ ആൺ സുഹൃത്തിനെ അറിയിക്കാനുള്ള ഒരു നീക്കമാണ് മേഘയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നാണ് അന്വേഷണ സംഘം ഉറപ്പിക്കുന്നത്. അതായത് ഈ ശാരീരികമായി ദുരുപയോഗം ചെയ്യപ്പെട്ടതിന് പിന്നാലെ ഈ വിവാഹാലോചനയിൽ നിന്ന് സുഗാന്ത് പിന്മാറിയതിൽ മനം തകർന്നാണ് ജീവനൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഈ 24 വയസ്സ് മാത്രം പ്രായമുള്ള മേഘ എന്ന കൂടൽ സ്വദേശിനി എത്തിയത് എന്ന നിഗമനത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിച്ചേരുന്നത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട വിവരം തന്നെയാണ് അത്. കൂടുതൽ കണ്ടെത്തലുകൾ ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. പോലീസ് കൂടുതൽ തെളിവുകൾ തേടുന്നുണ്ട്. ഈ പ്രതിക്കായുള്ള സുഗാന്തിനായുള്ള അന്വേഷണവും സുഗാന്ത് സുരേഷിനായുള്ള അന്വേഷണവും മുന്നോട്ട് പോവുകയാണ്. ഹൈക്കോടതിയിൽ ഇയാൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി അറസ്റ്റ് അടക്കം ഒഴിവാക്കാനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവച്ചു. ഇന്നലെ ന്യൂസ് 18 പുറത്തുവിട്ട ന്യൂസ് 18 എക്സ്ക്ലൂസീവായി പുറത്തുവിട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു അത്. നമുക്കതിന് മുൻപ് ആലപ്പുഴയിലെ കഞ്ചാവ് കേസ്, അതിൽ നമുക്കറിയാം സിനിമാ നടന്മാരടക്കം പ്രതികളാണ്. അവരുമായി ബന്ധപ്പെട്ട ചാറ്റുകൾ കണ്ടെത്തിയിരുന്നു. ആ വാർത്ത വളരെ വിശദമായി തന്നെ സ്പോട്ട് ലൈവിൽ എടുക്കുന്നുണ്ട്. ശരണ്യ സ്നേഹൻ വിവരങ്ങൾ പങ്കുവെക്കും. അതിനു മുൻപ് കൊച്ചി കായലിലേക്ക് മാലിന്യപ്പൊതി വലിച്ചെറിഞ്ഞ സംഭവത്തിൽ ഗായകൻ MG ശ്രീകുമാർ പിഴയൊടുക്കി. MG ശ്രീകുമാറിന്റെ മുളവുകാട്ടെ വീട്ടിൽ നിന്ന് കായലിലേക്ക് മാലിന്യം വിടുന്നത് വിനോദസഞ്ചാരിയാണ് മൊബൈലിൽ പകർത്തിയത്. CCTV ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ്. ഒരു മാലിന്യപ്പൊതി കായലിലേക്ക് പതിക്കുന്നു. നമുക്കറിയാം നേരത്തെ ഈ കായൽ കയ്യേറ്റവുമായൊക്കെ ബന്ധപ്പെട്ട് ഈ MG ശ്രീകുമാറിനെതിരെ കേസും മറ്റും ഉണ്ടായിരുന്നു. നിയമ നടപടിയൊക്കെ നേരിട്ട ആളാണ്. പിന്നീട് അതും പിഴയൊക്കെ ഒടുക്കി ആ കേസ് സെറ്റിൽ ചെയ്തു എന്നാണ് മനസ്സിലാകുന്നത്. അതിനുശേഷമാണ് പുതിയൊരു സംഭവത്തിലേക്ക് വന്നിരിക്കുന്നത്. ഒരു വിനോദസഞ്ചാരി അതിലൂടെ കടന്നുപോയ ഒരാൾ പകർത്തിയ ദൃശ്യം കൂടിയാണ്. ആ ദൃശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഭവം ഉണ്ടാവുകയും തുടർന്ന് നഗരസഭ കോർപ്പറേഷൻ ഇതുമായി ബന്ധപ്പെട്ട് കേസെടുക്കുകയും പിഴ ഒടുക്കണം എന്ന് MG ശ്രീകുമാറോട് ആവശ്യപ്പെടുകയും മറ്റും ചെയ്തത്. വീഡിയോ ദൃശ്യവും അതിൽ ദിവസവും സമയവും സ്ഥലവും ഒക്കെ പരിശോധിച്ചാണ് പഞ്ചായത്താണിത്. പഞ്ചായത്ത് നോട്ടീസ് നൽകിയത്. 25,000 രൂപയാണ് പഞ്ചായത്ത് MG ശ്രീകുമാറിൻ്റെ എതിരെ പിഴ ഒടുക്കിയത്. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, നേരത്തെ ഈ വീട് വിവാദമായതാണ്. കൊച്ചി കായൽ കയ്യേറ്റം എന്നൊക്കെ തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ നേരിട്ട ഒരാൾ കൂടിയാണ് നമ്മുടെ MG ശ്രീകുമാർ എന്ന ഗായകൻ. ഇപ്പോൾ മറ്റൊരു കുടുക്കിൽ കൂടി പെട്ടിരിക്കുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? രഞ്ജിത്ത, ഇത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു 4 ദിവസത്തിലധികം പിന്നിട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ വളരെ യാദൃശ്ചികമായിട്ട് ഈ ദൃശ്യങ്ങൾ പകർത്തപ്പെട്ടാണെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം കൊച്ചി കായലിലൂടെ പോകുന്ന വിനോദസഞ്ചാരികൾ, അവർക്ക് ഈ കായൽ യാത്ര എല്ലാം തന്നെ അവർക്ക് ഇവിടെ വരുന്നവർക്ക് പ്രിയപ്പെട്ടതാണ്. അങ്ങനെ പോകുമ്പോൾ ഇപ്പോൾ അതുവഴി കടന്നു പോകുമ്പോൾ ഈ സ്ഥലവും ദൃശ്യങ്ങളും എല്ലാം പകർത്തി പോകുന്നു. അപ്പം ഈ പലർക്കും തന്നെ അറിയാം ഇത് ഈ MG ശ്രീകുമാറിൻ്റെതടക്കമുള്ള വീട് ഇവിടെയാണ്. നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ നിരവധി തവണ അതിൻ്റെ ഒരു കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് അടക്കം വാർത്തകൾ ഉണ്ടായിരുന്ന ഒരിടം കൂടിയാണ് അതെല്ലാം തന്നെ. അപ്പോൾ പല സെലിബ്രിറ്റികൾക്കും ഇവിടെ ഈ ഭാഗത്ത് വീടുകൾ, ഫ്ലാറ്റുകൾ ഇതെല്ലാം തന്നെയുണ്ട്. അതുകൊണ്ട് ഈ ലാൻഡ്മാർക്കിലൂടെ കടന്നു പോകുമ്പോഴെല്ലാം തന്നെ പലപ്പോഴും പലരും ആ ദൃശ്യങ്ങളിൽ പറയുന്നുണ്ട് ഇത്
ശ്രീകുമാറിൻ്റെ വീടാണ് എന്നതെല്ലാം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതിനിടെയാണ് വളരെ യാദൃശ്ചികമായിട്ട് ഒരാൾ വന്നിട്ട് ഈ മാലിന്യപ്പൊതി പ്ലാസ്റ്റിക് കൂടെ അത് വലിച്ച് എറിയുന്നത് ദൃശ്യങ്ങൾ കൂടി വരുന്നത്. ഈ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വളരെ നിർണായകമാകുന്നത്. ഇതിൽ പ്രത്യേകിച്ച് ഈ പൊതു ഇടങ്ങളിൽ ഇങ്ങനെ മാലിന്യം വലിച്ചെറിയുന്നത്, പൊതുനിരത്തിലായാലും മറ്റിടങ്ങളിലായാലും ഇതെല്ലാം തന്നെ മലിനപ്പെടുത്തുന്നതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പലതവണ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ മന്ത്രി എം പി രാജേഷിനെ തന്നെ ഇത് ടാഗ് ചെയ്തുകൊണ്ട് ഇവർ സൂചിപ്പിക്കുകയും ചെയ്തത്. സമൂഹ മാധ്യമങ്ങളിൽ ഈ ദൃശ്യങ്ങൾ വരികയും ചെയ്തത്. അതുകൊണ്ട് നടപടിയില്ലേ എന്നുള്ള ചോദ്യങ്ങളടക്കം ഉയരുകയും ചെയ്തു. മന്ത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടികളിലേക്ക് നീങ്ങാനുള്ള നിർദ്ദേശം നൽകുകയായിരുന്നു. ഇതനുസരിച്ചുകൊണ്ട് തന്നെ തദ്ദേശ ഭരണ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ നടപടികളുണ്ടായി. അവർ ഈ സ്ഥലവും കാര്യങ്ങളുമെല്ലാം വളരെ കൃത്യമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ സ്ഥലമാണ്, കാര്യങ്ങൾ ഈ ദിവസം പറയുന്നുണ്ട്, സമയം പറയുന്നുണ്ട്. അപ്പോൾ വ്യക്തതയുണ്ട് അതിന്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ദൃശ്യങ്ങളടക്കം പിന്നീട് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മുളവുകാടാണ്, കൊച്ചിയുടെ തീരത്തുള്ള മുളവുകാടാണ്. മുളവുകാട് പഞ്ചായത്ത് അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് നീങ്ങുന്നു. അവർ ഈ വീട്ടിൽ വന്നുകൊണ്ട് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു. വീട്ടുടമസ്ഥ എം ജി ശ്രീകുമാറിനടക്കം ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മനസ്സിലാവുന്നതനുസരിച്ച് അദ്ദേഹം നൽകിയ വിശദീകരണം ആ ദിവസങ്ങൾ ഉണ്ടായിരുന്നില്ല. മാത്രവുമല്ല, എപ്പോഴും തങ്ങുന്നൊരു വീടല്ല, യാത്രയും മറ്റു കാര്യങ്ങളും തന്നെ ഉണ്ട്, ജീവനക്കാരാണ് അവിടെ ഉണ്ടാവുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. പക്ഷേ അവർ അത് മറ്റ് എതിർപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ പ്രകടിപ്പിച്ചില്ല എന്ന് തന്നെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. ഇതിൽ അവർ അംഗീകരിക്കുന്നു. കാര്യം ദൃശ്യങ്ങളുണ്ട്. തുടർന്ന് ഈ തുക അടക്കാൻ 25,000 രൂപ തുക അടക്കാനായിട്ട് അവർ തീരുമാനിക്കുകയും ചെയ്തു. തുക അടച്ചു എന്ന് തന്നെയാണ് അറിയുന്നത്. തുക ഒടുക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ പിഴത്തുക അടച്ചതിലൂടെ ഒരു സന്ദേശം കൂടിയുണ്ട്. ഇങ്ങനെ പൊതു ഇടങ്ങളിൽ ഈ രീതിയിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുക, അങ്ങനെയാണെങ്കിൽ അത് തെളിവ് സഹിതമാണെങ്കിൽ ആരായാലും അതിൽ നടപടികളിലേക്ക് നീങ്ങേണ്ടി വരും, അത് പിഴ അടക്കേണ്ടി വരും എന്നതുകൂടിയാണ്. എന്തായാലും കൊച്ചിയുടെ ഒരു മേഖല, കായൽ മേഖലയിൽ പൊതു ഇടത്തേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞ ആ ദൃശ്യങ്ങൾ അത് വളരെ വൈറലായിരിക്കുന്നു എന്നതാണ്. ഇപ്പോൾ അത് ആരാണ് എറിയുന്നത് എന്നൊന്നും മുഖമൊന്നും അതിൽ വ്യക്തമല്ല. പക്ഷെ ആ വീട്ടിൽ നിന്ന് തന്നെയാണ് എറിയുന്നത് എന്നത് വളരെ കൃത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് മറുവാദങ്ങളൊന്നും തന്നെ ഉണ്ടാവുന്നില്ല. ആ പിഴ അടക്കാൻ അവർ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും എം ജി ശ്രീകുമാർ കൊച്ചിയിലേക്ക് തൻ്റെ വീട്ടിൽ നിന്ന് കായലിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞതിൻ്റെ പേരിൽ പിഴ അടച്ചിരിക്കുന്നു എന്നതാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഡാനി, ഈ വീടുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളൊക്കെ ഉയർന്നതാണല്ലോ. കായൽ കയറ്റവുമായൊക്കെ ചേർത്ത് വെച്ച് വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് അത് കേസാവുകയും മറ്റും ചെയ്തു. പിന്നീട് അതിൻ്റെ അവസ്ഥ എന്തായി മാറി? അത് പിന്നീട് ഇതുപോലെ പിഴയൊക്കെ അടച്ച് സെറ്റിൽ ചെയ്യുകയായിരുന്നു. പഞ്ചായത്ത് ഈ വീഡിയോ ദൃശ്യത്തിൻ്റെ പേരിൽ ശക്തമായ നടപടിയെടുക്കാൻ കാരണം ഇങ്ങനെയൊരു ഈ പറഞ്ഞ പോലെ വളരെ വ്യക്തമായ തെളിവുകൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണല്ലോ. അങ്ങനെ തന്നെയാണ് രഞ്ജിത്ത്. കാരണം ഇതിൽ ഈ കായൽ മേഖലയിൽ, പ്രത്യേകിച്ച് ഈ കൊച്ചിയുടെ ഈ മേഖലയിലേക്ക് വരുമ്പോൾ, ബോൾഗാട്ടി, മുളവുകാട് തുടങ്ങിയ മേഖലകളിലേക്കെല്ലാം തന്നെ വരുമ്പോൾ വ്യാപകമായി ഉയരുന്ന ഒരു പരാതിയാണ് ഈ കായൽ കയ്യേറ്റം എന്ന് പറയുന്നത്. അത് ഈയിടങ്ങളിലാണെങ്കിൽ, ബോൾഗാട്ടിയിലും മുളവുകാടുമാണെങ്കിൽ അവിടെയെല്ലാം തന്നെ ഈ തീരപ്രദേശത്ത്, കായലിനോട് ചേർന്നുള്ള പ്രദേശത്തെല്ലാം തന്നെയും ഇത് സാർവത്രികമായിട്ട് തന്നെ അത് ഒരു പൊതു സ്വഭാവം എന്ന രീതിയിലേക്കെല്ലാം തന്നെ മാറുന്നു. ഇപ്പോഴാണ് അതിൻ്റെ കർശന നിയമത്തിലൂടെ തന്നെ അതിനെ തടയിടാൻ കഴിഞ്ഞിരിക്കുന്നത്. എം ജി ശ്രീകുമാറിൻ്റെ വീട് അവിടെ വരുമ്പോൾ തന്നെയും മറ്റൊരു വീട് വാങ്ങിച്ച് അദ്ദേഹം പുതുക്കി പണിതായിരുന്നു എന്നാണ് അറിയുന്നത്. അപ്പോഴും ഈ ഒരു കയ്യേറ്റം സംബന്ധിയായ കാര്യങ്ങളിൽ വലിയ ആരോപണങ്ങൾ, ഗുരുതരമായ രീതിയിൽ തന്നെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അതിൽ കോടതിയിലേക്ക് അടക്കം അത്തരം കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. പിന്നീട് അറിയാൻ കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വിശദീകരണം നൽകുകയും പിഴയൊടുക്കുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിലെല്ലാം തന്നെ നീങ്ങിയെന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അതായത് ചില കാര്യങ്ങളിൽ അവിടെ അളന്ന് തിട്ടപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് പഞ്ചായത്തിൻ്റെതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് ആ മേഖലയിൽ പലയിടങ്ങളിലായിട്ട് എം ജി ശ്രീകുമാർ മാത്രമല്ല മറ്റു പല വ്യക്തികളും പലയിടങ്ങളിലും ഈ കായൽ കയ്യേറുന്ന ഒരു സ്വഭാവത്തിലേക്ക് അടക്കം വന്നിരുന്നു. അവർക്ക് കർശനമായ താക്കീതും പിഴയും നൽകി അത് വലിയ കയ്യേറ്റങ്ങൾ അതൊഴിപ്പിക്കുകയും ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾക്ക് ഈ പിഴയും മറ്റു താക്കീതും എല്ലാം തന്നെ നൽകുകയായിരുന്നു എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ വളരെ കർശനമായിട്ടാണ് കൊച്ചിയുടെ ഈ കായൽ മേഖലയിൽ ഇപ്പോൾ നോക്കുന്നത്. കാരണം കണ്ണ് തെറ്റിയാൽ കയ്യേറുന്ന രീതിയിലേക്കടക്കം കാര്യങ്ങൾ നീങ്ങുന്നൊരവസ്ഥയിലേക്ക് വന്നപ്പോഴാണ് കർശന നടപടികളിലേക്ക് നീങ്ങാൻ തന്നെ അധികൃതർ നിർബന്ധരാകുകയും ചെയ്തത്. എന്തായാലും കായൽ മേഖലയിൽ തുടരുന്ന വിനോദസഞ്ചാരികൾക്ക് കൂടി ഒരു ജാഗ്രതായ കണ്ണുണ്ട് എന്നതുകൂടി തെളിയിക്കുകയാണ് ഇപ്പോൾ ഈ സംഭവം.
സംഭവം രഞ്ജിത്ത്? ഏതായാലും MG ശ്രീകുമാറിന് 25,000 രൂപ പിഴ ചുമത്തിയിരിക്കുകയാണ് പഞ്ചായത്ത്. കൊച്ചി കായലിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നതിൻ്റെ വളരെ കൃത്യമായ തെളിവുകൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നടപടിയിലേക്ക് കടക്കേണ്ടി വന്നത്. കായലിലൂടെ യാത്ര ചെയ്ത ഒരു വിനോദസഞ്ചാരി പകർത്തിയ ദൃശ്യങ്ങളാണ് MG ശ്രീകുമാറിന് വിനയായത്. ഡാനി പോളാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആലപ്പുഴയിലേക്ക് പോകണം. ആലപ്പുഴയിലെ കഴിഞ്ഞ ദിവസത്തെ ലഹരി വേട്ട അത് ന്യൂസ് 18 ചാനൽ കൃത്യമായി ആദ്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. ദൃശ്യങ്ങളടക്കം നമുക്ക് ലഭിച്ച ന്യൂസ് 18 ചാനലിലൂടെ ലോകമറിഞ്ഞ ഒരു വാർത്തയായിരുന്നു. ഹൈബ്രിഡ് കഞ്ചാവ്, 1.5 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവാണ് അവിടെ പിടിച്ചത്. ശ്രീനാഥ് ഭാസിയെയും ഷൈൻ ടോം ചാക്കോയും എക്സൈസ് വീണ്ടും ചോദ്യം ചെയ്യുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. താരങ്ങൾക്ക് ലഹരി നൽകിയെന്ന മുഖ്യപ്രതി തസ്ലിമ സുൽത്താനയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകുക. ഇരുവരുമായും ഒരുമിച്ചിരുന്ന് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് തസ്ലീമ സുൽത്താനയുടെ മൊഴി അത് പുറത്തു വന്നിരിക്കുന്നത്. തസ്ലീമയും താരങ്ങളും തമ്മിലുള്ള ചാറ്റുകൾ എക്സൈസിന് കിട്ടി. ഭാവി ഇപ്പോൾ ഇന്ന് ഈ 2 പ്രതികളെയും നമ്മൾ ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതി മുമ്പായി ഹാജരാക്കും. സാധാരണഗതിയിൽ പ്രതികളെ റിമാൻഡ് ചെയ്യാനുള്ളത് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യും. റിമാൻഡ് ചെയ്തതിനു ശേഷം അതിൻ്റെ രാസപരിശോധനയ്ക്കുള്ള നടപടികൾ സ്വീകരിച്ചതിന് ശേഷം കേസ് അന്വേഷണം അസിസ്റ്റന്റ് കമ്മീഷണർ നടത്തും. സിനിമാ മേഖലയിൽ 1-2 പേരുടെ പേര് ഇവരുടെ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള എന്ത് തെളിവാണുള്ളതെന്ന് നമുക്ക് സയന്റിഫിക് എവിഡൻസും കൂടി വേണം. അത് കിട്ടിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ അവരെ നമ്മൾ നോട്ടീസ് അയച്ചു വരുത്തി അവരെ ചോദ്യം ചെയ്യും. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ബന്ധമുള്ളതായിട്ട് നമുക്ക് അറിയില്ല. ഇനി എന്തായാലും AEC ആണ് അന്വേഷിക്കുന്നത്. അന്വേഷണ മധ്യേ അത്തരത്തിൽ എന്തെങ്കിലും തെളിവ് കിട്ടുകയാണെങ്കിൽ അത് റിപ്പോർട്ട് പോലീസിലോട്ട് കൊടുക്കുന്നു. ചെന്നൈ ബേസ് ചെയ്താണ് നിൽക്കുന്നത്. ഇവരുടെ മെയിനായിട്ടുള്ള വർക്ക് ചെന്നൈ ബേസ് ചെയ്തുള്ളതാണ്. സ്ക്രിപ്റ്റുകൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്ന ജോലിയാണ് ഇവർ ചെയ്യുന്നതെന്നാണ് ഇപ്പം നിലവിൽ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും കൂടുതൽ തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയാണ്. ശരണ്യ, ഇന്നലെ തന്നെ വ്യക്തമായ സൂചനകൾ നമുക്കുണ്ടായിരുന്നു. എക്സൈസ് ഉദ്യോഗസ്ഥർ അനൌദ്യോഗികമായി മാധ്യമങ്ങളോട് ഈ ഷൈൻ ടോം ചാക്കോയുടെയും ശ്രീനാഥ് ഭാസിയുടെയും പേരുകൾ വ്യക്തമാക്കിയിരുന്നു. അവരുമായി ബന്ധമുണ്ടായിരുന്നു, അവർക്കൊപ്പം ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്, അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് സപ്ലൈ ചെയ്തിട്ടുണ്ട്, സിനിമാ മേഖലയിലെ ഉന്നതരുമായി ബന്ധപ്പെടുന്ന പശ്ചാത്തലമൊക്കെ നേരത്തെ ഇവർക്കുണ്ടായിരുന്നു എന്ന് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു ചോദ്യം ചെയ്യലിലേക്ക് കടക്കുമ്പോൾ ഇതിനകം തന്നെ സമാനമായ കേസുകളിൽ പെട്ട നടന്മാരാണ് ഇരുവരും. അവർക്ക് കുരുക്ക് കൂടുതൽ മുറുകയാണ്. ഇതിന് കൃത്യമായ തെളിവുകൾ ഇപ്പോൾ സംഘം ശേഖരിച്ചിട്ടുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും രഞ്ജിത്ത്, ആദ്യഘട്ടം മുതൽ തന്നെ, അതായത് ഈ ഹൈബ്രിഡ് കഞ്ചാവുമായി സംഘം പിടിയിലാകുന്ന ഘട്ടം മുതൽ തന്നെ ന്യൂസ് 18 കൃത്യമായി ഇതിനകത്തൊരു ഈ സിനിമാ മേഖലയുമായി ബന്ധമുണ്ട് എന്നുള്ള വിവരം ലഭ്യമായിരുന്നു. മാത്രമല്ല, ഈ ഹൈബ്രിഡ് കഞ്ചാവ്, ഇത്രയും വിലയേറിയ കഞ്ചാവ് ഇവിടെ എത്തിച്ചിരിക്കുന്നത് പോലും അത്തരത്തിലുള്ള ഉന്നതന്മാരെ ലക്ഷ്യമിട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുകയും അത് പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുകയും ചെയ്തു. എന്തായാലും എക്സൈസും വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തി. അതായത് തസ്ലീമ സുൽത്താന എന്ന ഈ സ്ത്രീ, കണ്ണൂർ സ്വദേശിനിയായ സിനിമാ രംഗത്ത് ക്രിസ്റ്റീന എന്നറിയപ്പെടുന്ന ഈ സ്ത്രീ ഇവിടെ എത്തിയിരിക്കുന്നത് അത്തരം ലക്ഷ്യങ്ങളോട് കൂടിയാണ് എന്നുള്ളത് എക്സൈസും അതിന് പിന്നാലെ സ്ഥിരീകരിക്കുകയുണ്ടായി. എന്തായാലും ആ കേസിനകത്താണ് വളരെ നിർണായകമായ ചില ചുവടുവയ്പ്പുകളിലേക്ക് എക്സൈസ് നീങ്ങുന്നത് എന്നുള്ളതാണ്. സിനിമാ രംഗത്തെ പ്രമുഖരായ ഷൈൻ ടോം ചാക്കോ, ഒപ്പം തന്നെ ശ്രീനാഥ് ഭാസി, ഇവർ രണ്ടുപേർക്കുമെതിരെ ഇവരുമായി ഈ ഹൈബ്രിഡ് കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച സംഭവത്തിൽ കൃത്യമായ മൊഴി ഇവർക്കെതിരെ ഈ ക്രിസ്റ്റീന നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവര് നൽകിയ മൊഴി പ്രകാരം ഇവർ ഒരുമിച്ചിരുന്ന വിവിധ സ്ഥലങ്ങളിലായി പല ഘട്ടങ്ങളിൽ ഒരുമിച്ച് ഈ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള നിർണായക മൊഴികൾ ഇവർ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട വലിയ ബന്ധങ്ങൾ ഈ സ്ത്രീക്കുണ്ട് എന്നുള്ളത് എക്സൈസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇവരെ പ്രധാനമായും ലഹരിയും പെൺവാണിഭവുമാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. അതിന്റെ ഒരു ഇടനിലക്കാരിയായി അതിന്റെ സിനിമാ മേഖലയിലേക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്തു നൽകുന്ന ഒരു വ്യക്തിയായാണ് ഇവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ ഉന്നത സിനിമാ മേഖലയിൽ തന്നെ ഉന്നതന്മാരുമായി ബന്ധമുള്ള ആളാണ്, അവരുടെ ഇടനിലക്കാരിയാണ് ഈ ക്രിസ്റ്റീന എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ പോലീസ് എക്സൈസിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന മൊബൈലിലെ എവിഡൻസ് പ്രകാരം ഇവരുടെ ചാറ്റുകളും ഒപ്പം തന്നെ ട്രാൻസാക്ഷൻസിന്റെ ഡീറ്റെയിൽസും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമികമായി ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് ഷൈൻ ടോം ചാക്കോയ്ക്കും ഒപ്പം തന്നെ ശ്രീനാഥ് ഭാസിക്കും നോട്ടീസ് അയക്കും എന്നുള്ള വിവരം നമുക്ക് അവരിൽ നിന്ന് എക്സൈസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞു.
കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം ആലപ്പുഴ എക്സൈസ് കമ്മീഷണറുടെ ഓഫീസിൽ വിളിച്ചു വരുത്തിയായിരിക്കും ഇവരെ ചോദ്യം ചെയ്യുകയും ചെയ്യുക. അതിനുവേണ്ടിയുള്ള നോട്ടീസ് ഉടൻ നൽകും. മറ്റൊന്ന്, സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകേണ്ട സാഹചര്യം കൂടിയുണ്ട്. ഈ ക്രിസ്റ്റീനയെ സംബന്ധിച്ചിടത്തോളം അവര് ഇതിനു മുമ്പും ഒരു സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയാണ്. അതായത് ഇവർക്ക് ഈ തസ്ലീമ സുൽത്താന എന്ന ക്രിസ്റ്റീന, ഇവർക്ക് എറണാകുളത്ത് ക്രിസ്റ്റീന റെസിഡൻസി എന്ന പേരിൽ ഒരു വീട് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അവിടേക്ക് പെൺകുട്ടികളെ എത്തിച്ച് ഫോട്ടോഷൂട്ടിനായി എത്തിയ പെൺകുട്ടിക്ക് ലഹരി നൽകിയ ശേഷം ഉന്നതന്മാർക്ക് കാഴ്ചവെച്ച സംഭവത്തിനകത്ത് ഇവര് പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളതാണ്. 4ാം പ്രതിയാണ്. അങ്ങനെ ആ സ്ഥലം തന്നെ അതിനുവേണ്ടി അവർ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ കൃത്യമായി ഈ രംഗത്ത് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ് പ്രതി എന്നുള്ളതാണ്. ക്രിസ്റ്റീനയും ഒപ്പം തന്നെ പ്രതി ചേർക്കപ്പെട്ട ഫിറോസിനെയും റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് വേണ്ടി എക്സൈസ് കസ്റ്റഡി അപേക്ഷ നൽകുകയും ചെയ്യും. എന്തായാലും ഈ കേസിനകത്ത് ഇപ്പൊ ആലപ്പുഴ ഓമനപ്പുഴയിൽ കണ്ടെത്തിയ കഞ്ചാവ് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട കഞ്ചാവാണ്. അത് 1 ഗ്രാമിന് 10,000 രൂപയ്ക്ക് മേൽ വില വരുന്നതാണ്. അത് ഉന്നതരായ ആളുകളാണ് ഇത് ഉപയോഗിക്കുക. സ്വർണ്ണത്തെക്കാൾ വിലയുള്ള ലഹരി എന്ന് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഉപയോഗിക്കുന്ന അതിന് മായ ആളുകൾക്ക് മാത്രം ആക്സസ് ആകുന്ന ഒന്നാണിത്. അങ്ങനെയുള്ള ആളുകൾ തന്നെയാണ് ഇവരുടെ ക്ലയന്റ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് നടക്കുന്നത്. ഇപ്പോൾ പ്രാഥമികമായി ഫോണിൽ നിന്ന് ലഭിച്ചിട്ടുള്ള കുറെ വിവരങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് ഫോണ് വിദഗ്ധ പരിശോധനയ്ക്കായി, അതായത് ഡിലീറ്റഡ് ചാറ്റ്സ് അടക്കമുള്ളവ റിക്കവർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള വിദഗ്ധ പരിശോധനയ്ക്കായി ഫോൺ എക്സൈസ് കൈമാറുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രമാത്രം ഈ അന്വേഷണത്തിൽ ഇനി മുന്നോട്ട് പോകും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഒരുപക്ഷെ ചെന്നൈ മുതലുള്ള ബന്ധം സിനിമാ മേഖലയുമായി ക്രിസ്റ്റീന എന്ന ഈ തസ്ലീമ സുൽത്താനയ്ക്ക് ഉള്ളതാണ്. ചെന്നൈയും എറണാകുളവുമായി വ്യാപിച്ചു കിടക്കുന്ന സിനിമയുടെ പ്രധാന ഹബ്ബുകളിലെല്ലാം വർഷങ്ങളായി വേരുകളുള്ള സ്ത്രീയാണ് ഇവര്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇവരുടെ ഫോണുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പോലീസിന് എക്സൈസിന് ലഭ്യമായി തുടങ്ങിക്കഴിഞ്ഞാൽ ആ അന്വേഷണം എത്രമാത്രം മുന്നോട്ട് പോകും എന്നുള്ളതാണ്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ചലച്ചിത്ര താരങ്ങളെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുക എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ്. അതിനുള്ള പ്രാഥമികമായ എവിഡൻസ് എക്സൈസിന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഈ കേവലം ഈ ശ്രീനാഥ് ഭാസിയിലും ഈ ഷൈൻ ടോം ചാക്കോയിലും മാത്രം ഒതുങ്ങുന്നുണ്ടോ ഇവരുടെ സിനിമാ ബന്ധങ്ങൾ എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഉണ്ടല്ലോ ശരണ്യ. ഇവർക്ക് ഉന്നത ബന്ധങ്ങളുണ്ട്, വർഷങ്ങളായി ഈ മേഖലയിൽ പരിചയമുണ്ട്, ഈ സിനിമാ ആളുകളുമായി ഇടപാടുകളുണ്ട്. അങ്ങനെ വരുമ്പോൾ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോകേണ്ടി വരും. അതിനുള്ള തെളിവുകൾ ഇപ്പോൾ ചാറ്റ് അടക്കമുള്ള കാര്യങ്ങൾ സ്വാഭാവികമായി ഇവരുടെ മൊബൈൽ ഫോണിലോ കാണും. കാരണം നമുക്കറിയാം അപ്രതീക്ഷിതമായാണ് ഇവർ പിടിക്കപ്പെടുന്നത്. മറ്റ് ചില ഇടപാടുകാരികൾ എന്ന് പറഞ്ഞ് പോലീസ് എക്സൈസ് സംഘം എത്തി ഇവരെ പിടികൂടുകയായിരുന്നു. അപ്പോൾ ഇതൊന്നും മറയ്ക്കാനുള്ള സമയമൊന്നും ഇവർക്ക് ലഭിച്ചു കാണില്ല. അപ്പോൾ അത്തരത്തിലുള്ള കൂടുതൽ അന്വേഷണവും എക്സൈസും ഡാൻസ് ഓഫ് സംഘവും ഒക്കെ നടത്തുന്നുണ്ടോ? ഇതൊരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരെ മറ്റ് ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ ചീറ്റ് ചെയ്ത് എക്സൈസ് പിടികൂടിയതല്ല. അങ്ങനെ ഒരു ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലല്ല. അന്ന് ഓമനപ്പുഴയിലെ ഈ നമ്മൾ പിടിച്ചിട്ടുള്ള ഹോം സ്റ്റേ മാരാരി ഗാർഡൻ വില്ലയും അതിന്റെ പരിസരവുമായി ബന്ധപ്പെട്ട് എക്സൈസ് നടത്തിയ തിരച്ചിലിനൊടുവിൽ ചില ആളുകളെ എക്സൈസിന് കിട്ടിയിരുന്നു. അവരിൽ നിന്നുള്ള അവരെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അനാശാസ്യവുമായി ബന്ധപ്പെട്ടായിരുന്നു അത്തരത്തിൽ ആളുകളെ കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു സാഹചര്യം, ലഹരിയുമായി ബന്ധപ്പെട്ടും. അപ്പോൾ അങ്ങനെ കസ്റ്റഡിയിൽ എടുത്ത ആളുകളെ ചോദ്യം ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു ടീം വൈകുന്നേരം ഈ ഹൈബ്രിഡ് ലഹരിയുമായി, ഹൈബ്രിഡ് കഞ്ചാവുമായി എത്തുന്നുണ്ടെന്നുള്ള വിവരം എക്സൈസ് ലഭിക്കുന്നത്. അങ്ങനെ എക്സൈസ് ക്ഷമയോടുകൂടി ആലപ്പുഴ എക്സൈസ് ടീം സ്ക്വാഡ്, ആന്റി നർക്കോട്ടിക് സ്ക്വാഡിന്റെ എക്സൈസ് ടീം അവര് വളരെ വെയിറ്റ് ചെയ്ത് അവരെ പിടിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഈ ഹോം സ്റ്റേയിലേക്ക് വന്നു കയറിയ ഉടൻ തന്നെ അവർ എക്സൈസിന്റെ വലയത്തിലേക്ക് വീഴുകയായിരുന്നു. രഞ്ജിത്തിനറിയാലോ, ഈ കുട്ടികളെ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് അവർ സഞ്ചരിച്ചിരുന്നത്. രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു, മൈനറായ 2 കുട്ടികൾ ഈ ക്രിസ്റ്റീനയുടേതുണ്ടായിരുന്നു. അവര് സഞ്ചരിക്കുകയാണെങ്കിൽ ഒരു കുടുംബം സഞ്ചരിക്കുന്നത് പോലെ നമുക്ക് കണ്ടാൽ മനസ്സിലാവുള്ളൂ. ആ രീതിയിലാണ് അവർ എറണാകുളത്ത് നിന്ന് ഇവിടം വരെ എത്തിയത്. അപ്പോൾ ഇവര് ആദ്യം എക്സൈസിന്റെ ഉദ്യോഗസ്ഥർ, നമ്മൾ ഇവരെ പിടിച്ച ഘട്ടം മുതൽ പരിശോധന തുടങ്ങുന്ന ഘട്ടം മുതൽ തന്നെ ന്യൂസ് 8ന്റെ വാർത്താ സംഘം ആ രാത്രിയിൽ അവർക്കൊപ്പം ഉണ്ടായിരുന്നവരാണ്. നമ്മൾ അവർക്കൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ബാഗ് പരിശോധന നടന്ന ഘട്ടത്തിലൊക്കെയും ഇവർ എക്സൈസിന്റെ ഉദ്യോഗസ്ഥരോട് വളരെ ബോൾഡായിട്ട് കാര്യങ്ങൾ വിവരിക്കുന്നത് നമ്മൾ കണ്ടു. അതായത് അവർക്ക് അതിനകത്ത് യാതൊരുവിധ ഭയവുമില്ല, ജയിലിൽ പോവുകയാണെങ്കിലും പ്രശ്നമില്ല, ഇറക്കാൻ ആളുകളുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, അവര് നമ്മളുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് തനിക്ക് സിനിമാ മേഖലയിൽ താൻ
പിന്നെ സ്ക്രിപ്റ്റ് റൈറ്റിംഗുമായി ബന്ധപ്പെട്ട മേഖലയിൽ താൻ ഉണ്ട് എന്നുള്ളത് അവർ വ്യക്തമാക്കിയത്. അത്തരത്തിൽ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളാണ്, സ്ക്രിപ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളാണ് താൻ എന്നുള്ളതാണ് അവര് പറഞ്ഞത്. 1-2 സിനിമകളിൽ അവർ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതും അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സിനിമാ മേഖലയുമായി അവർക്ക് ബന്ധമുണ്ട്. ഇവർ കണ്ണൂർ സ്വദേശിനിയാണെങ്കിലും ചെന്നൈയിലാണ് വർഷങ്ങളായി താമസിക്കുന്നത്. ചെന്നൈയും ഇപ്പോൾ മലയാള സിനിമയുടെ ഹബ്ബ് കൊച്ചിയിലേക്ക് മാറിയപ്പോൾ ആ കൊച്ചിയും കേന്ദ്രീകരിച്ചാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ പലരുമായും ബന്ധമുണ്ട് എന്നുള്ള രീതിയിൽ അവർ വളരെ കൂളായി നമ്മളുടെയൊക്കെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഇതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയും ആ ഒരു കോൺഫിഡൻസോടെ ആ ബന്ധങ്ങളെ കുറിച്ച് പറയുന്ന താൻ ഈ പെൺവാണിഭ കേസിൽ ഉൾപ്പെടെ പെട്ടിട്ടുള്ള ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഹിസ്റ്ററി പറയുന്നതിൽ ഒരു ബുദ്ധിമുട്ടും കാണിക്കാത്ത ഒരു സ്ത്രീ ആയിട്ട് ആണ് കണ്ടത്. അവരെ കാണുമ്പോഴും നമുക്ക് അങ്ങനെ ഒരു അത്ഭുതം തോന്നി. കാരണം ഒരു കേസിൽ പിടിക്കപ്പെടുമ്പോൾ ഉള്ള യാതൊരുവിധ ഭയവും അവരുടെ മുഖത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അവിടെ ഇരുന്ന് വളരെ കൂളായി ആ രാത്രി മുഴുവൻ ഇരുന്ന് എക്സൈസിന് കാര്യങ്ങൾ വിശദീകരിക്കുന്നു. 2 കുട്ടികൾ തൊട്ടടുത്ത് കരഞ്ഞുകൊണ്ട് നിൽപ്പുണ്ട്. അതായത് ഈ അമ്മയെ ഇത്തരത്തിൽ നിയമ നടപടികളിലേക്ക് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ പിന്നീട് എക്സൈസ് അവരെ ആ കുട്ടികളെ മാറ്റി. ആ കുട്ടികൾക്ക് അങ്ങനെ ഒരു ഫീലിങ്സിൽ നിൽക്കുമ്പോൾ പോലും ഇവർക്ക് യാതൊരു ഭാവഭേദവും ഇല്ലായിരുന്നു. അവരുടെ സാന്നിധ്യത്തിൽ തന്നെ ഇവർ പറഞ്ഞു, ഞാൻ എല്ലാ ലഹരി വസ്തുവും ഉപയോഗിക്കുന്ന ആളാണ് എന്ന് പരസ്യമായി അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ക്യാരക്ടറാണ് അവര് അതിന് അങ്ങനെ ഒരു കോൺഫിഡൻസ് അവരുടെ സംസാരത്തിലും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ മനസ്സിലാകുന്നത് ഇത് ആദ്യത്തെ ഒരു സംഭവമല്ല, മറിച്ച് അവര് നിരന്തരം ഇതുമായി ബന്ധപ്പെട്ട ഇതിന്റെ നിയമപരമായ പോരായ്മകൾ, ലൂപ്പ് ഹോൾസ് ഒക്കെ അറിയാവുന്ന ഒരു സ്ത്രീയാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, ഹൈബ്രിഡ് കഞ്ചാവ് അപകടകരമായ ലഹരി വസ്തു ആണെങ്കിൽ പോലും ഇതിന് നിലവിൽ ഇന്ത്യയിൽ ഉള്ള നിയമപ്രകാരം സാധാരണ കഞ്ചാവ് പിടിക്കുന്നതിന്റെ ശിക്ഷ മാത്രമേ ഉള്ളൂ. അല്ലാതെ അതീവ ലഹരി കൂടിയ വസ്തുവാണെന്ന് പറഞ്ഞിട്ട് അത്തരം നിയമപരമായ മാറ്റങ്ങൾ ഈ കേസിനകത്ത് ഇല്ല എന്നുള്ളതാണ്. അത്തരം ലൂപ്പ് ഹോൾസിനെ കുറിച്ചൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ അപ്രതീക്ഷിതമായി ഇവരുടെ ഫോൺ കയ്യിലേക്ക് പോയപ്പോൾ പോലീസിന് എക്സൈസിന് ഈ സിനിമാ ബന്ധങ്ങളിലേക്ക് കൃത്യമായി കയറാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഇവർ തന്നെ പറയുന്നുണ്ട് അവർക്ക് അത്തരത്തിൽ സിനിമാ ബന്ധങ്ങൾ ഉണ്ട് എന്ന് ചിത്രങ്ങളടക്കം കാണിച്ചുകൊണ്ട് നമ്മളുടെ സാന്നിധ്യത്തിൽ തന്നെ അവർ പറയുന്നു. നമ്മളോടും അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതായത് എക്സൈസ് ആ ഹോം സ്റ്റേയുടെ ഫ്രണ്ടിൽ ആണ് ഇവരെ വാഹനത്തിൽ നിന്ന് ഇറക്കി നിർത്തി പരിശോധിച്ചത്. ആ ഒരു മണ്ണഞ്ചേരി സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തുന്നവരെയുള്ള ശരീര പരിശോധനയ്ക്കൊക്കെ അവിടുത്തെ മണ്ണഞ്ചേരി പോലീസ്, ലോക്കൽ പോലീസ് എത്തുന്നവരെയുള്ള സമയത്തും ഒക്കെ ഇവര് അവിടെ നിന്ന് സംസാരിക്കുകയാണ്. ആ സംസാരത്തിൽ നമ്മളോട് ഉൾപ്പെടെ അവർ നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇവർക്ക് പുറത്തേക്ക് വരാൻ കഴിയുമെന്നുള്ള നല്ല കോൺഫിഡൻസ് അവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഉന്നത ബന്ധം, നമ്മൾ ഈ പറഞ്ഞ പോലെ ലഹരി വസ്തു നൽകുക എന്നത് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഈ സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കൃത്യമായ വിവരങ്ങൾ അവരുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. ഇനി ഒരു കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് എത്രമാത്രം എക്സൈസ് സംഘമൊക്കെ നീങ്ങുമെന്ന് നമുക്കറിയില്ല. നമുക്കറിയാം, സിനിമാ സെറ്റുകൾ കേന്ദ്രീകരിച്ചൊക്കെ വലിയ പരിശോധന ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ചോദ്യചിഹ്നമായി നമ്മളുടെ എല്ലാവരുടെയും മുമ്പിലുണ്ട്. എന്തായാലും ക്രിസ്റ്റീന ഒരുപാട് വിവരങ്ങൾ എക്സൈസിന് ശേഖരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ക്യാച്ച് ആയിരുന്നു എന്നുള്ളത് തന്നെ നമുക്ക് പറയാൻ കഴിയും. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും അന്വേഷണ സംഘം നിരവധി ഇടപാടുകളും മറ്റും അന്വേഷിക്കുന്നുണ്ട്. സെക്സ് റാക്കറ്റുമായി ഇവർക്ക് ബന്ധമുണ്ട് എന്ന് പറയുന്നു. ശരണ്യ സ്റ്റേഷനാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ശ്രീനാഥ് ഭാസിയെയും ഒപ്പം ഷൈൻ ടോം ചാക്കോയെയും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് എക്സൈസ് സംഘം എന്നുള്ളതാണ്. നമുക്കറിയാം, ഇതിനു മുൻപ് ഈ നടന്മാരുടെ പേരിൽ ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. 2015 ഈ ഷൈൻ ടോം ചാക്കോ എന്ന നടൻ ഫ്ളാറ്റിൽ നിന്ന് ലഹരി പിടിച്ച കേസിൽ പ്രതിയായിരുന്നു. പിന്നീട് കഴിഞ്ഞ മാസമാണ് ഇയാളെ കുറ്റവിമുക്തനാക്കിയത്. ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിനും ഇടപെട്ട ഒരു കേസ്, അതുപോലെ ഒരു ഡാൻസ് പാർട്ടിയാണ്, ഒരു ഗുണ്ടാത്തലവനൊപ്പം ഒരു പാർട്ടി നടന്നു, അവിടെ പുതിയ ലഹരികൾ പരീക്ഷിക്കുകയായിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെയാണ് അന്ന് പുറത്തു വന്നിരുന്നത്. പക്ഷേ ആ കേസിലും എക്സൈസോ പോലീസോ ഇവരെ പ്രതികളാക്കാൻ തയ്യാറായിരുന്നില്ല. പ്രത്യക്ഷമായ പല തെളിവുകൾ ഉണ്ടായിട്ടും സ്പോട്ടിൽ പിടിച്ചിട്ടും ഇത്തരം കേസുകൾക്ക് സംഭവിച്ച ഒരു ഗതി ആ തരത്തിൽ തന്നെയാണ്. മറ്റു പല കാര്യങ്ങളും പറഞ്ഞ് അതൊക്കെ തേഞ്ഞു മാഞ്ഞു പോകുന്ന പശ്ചാത്തലമുണ്ട്. അതിനപ്പുറത്തേക്ക് ഇവരെ കൂടുതൽ കൊടുക്കാൻ സഹായകരമായ എന്തെങ്കിലും തെളിവുകൾ എക്സൈസിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നുണ്ടോ? എക്സൈസ് ഉദ്യോഗസ്ഥർ ഇന്നലെയും ഇനി നമുക്ക് വലിയ ആവേശത്തിലാണ്. ഈ ആവേശം ഇനിയുള്ള കേസിന്റെ നാൾ വഴികളിലും നിലനിന്നാൽ മാത്രമേ കൃത്യമായ തരത്തിൽ ഈ കാര്യങ്ങൾ എത്തുകയുള്ളൂ. അതിനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടോ? ഇത് രഞ്ജിത്ത്, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്രയും വില കൂടിയ ഒരു ലഹരി വസ്തു, അതും 2 കോടി രൂപ വരുന്ന ഒരു ലഹരി വസ്തുവുമായി
ഈ ക്രിസ്റ്റീന എത്തിയത് ആലപ്പുഴയിലേക്കാണ് എന്നുള്ളതാണ്. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടൂറിസം ഹബ്ബ് എന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ ആലപ്പുഴ എറണാകുളത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു നഗരം എന്നുള്ള രീതിയിൽ ആലപ്പുഴ പലപ്പോഴും ഇത്തരത്തിൽ ഒരു ലഹരി മാഫിയ ആലപ്പുഴയെ ടാർഗറ്റ് ചെയ്ത് വരുന്നുണ്ട് എന്നുള്ളത്, പ്രത്യേകിച്ച് ആലപ്പുഴയിൽ ടൂറിസം രംഗത്തെ ഉപയോഗപ്പെടുത്തി വരുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ യാഥാർത്ഥ്യമാണ്. കാരണം ആലപ്പുഴ നഗരത്തിലെ ഒരു പ്രമുഖ ഹോട്ടലിൽ ഈ കഴിഞ്ഞ ഫെബ്രുവരി 28-ന് ലഹരി പാർട്ടി സംഘടിപ്പിച്ചിരുന്നു. ടിക്കറ്റ് വെച്ചായിരുന്നു അന്ന് അവിടെ ലഹരി പാർട്ടി സംഘടിപ്പിക്കുകയും അന്ന് MDMA ഉൾപ്പെടെ വിതരണം ചെയ്യപ്പെട്ടു എന്നുള്ള ആരോപണം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ക്രിസ്റ്റീന ഇവിടേക്ക് എത്തുമ്പോൾ ഈ 10,000 രൂപ വിലയുള്ള ഗ്രാമിന് 10,000 രൂപ വിലയുള്ള ലഹരി വസ്തുക്കൾ വിൽക്കാൻ കഴിയുന്ന ഒരു മാർക്കറ്റ് അവർക്ക് ആലപ്പുഴയിൽ ഉണ്ട് എന്നുള്ളൊരു രീതിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ അന്ന് നടന്ന സംഭവങ്ങളെയൊക്കെ കണക്ട് ചെയ്യേണ്ടി വരും. അതായത് ഈ ഫെബ്രുവരി 28 നടന്ന ആ പാർട്ടിയിലേക്ക് എത്തപ്പെട്ട ആളുകൾ എറണാകുളം ജില്ലയിൽ നിന്നുള്ള ആളുകളായിരുന്നു. അതായത് എറണാകുളം ജില്ലയിൽ നിന്ന് എത്തിയ യുവാക്കളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അന്ന് ആ ലഹരി പാർട്ടിയിൽ കയറിയത് എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രാവശ്യം ആ ഹോട്ടലിൽ ആ ലഹരി പാർട്ടി നടന്നപ്പോൾ ആലപ്പുഴ നോർത്ത് സി എന്നതിലുള്ള സംഘം അവിടെ കയറുന്നു. ഒപ്പം അന്ന് ഉണ്ടായിരുന്ന സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഉദ്യോഗസ്ഥരടക്കം 15 പോലീസുകാർ അതിനകത്ത് കയറി. അങ്ങനെയാണ് രണ്ടാമത്തെ ദിവസം ആ പാർട്ടി നടക്കാതെ പോവുകയും ചെയ്തിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് നടന്നിട്ടില്ല. അപ്പോൾ പ്രധാനമായി ഒരു ഹബ്ബായി ഇവിടെ കേന്ദ്രീകരിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആലപ്പുഴയുടെ ടൂറിസം സെക്ടറിനെ ഉപയോഗപ്പെടുത്തി ഈ എറണാകുളത്ത് നിന്നുള്ള ആളുകൾ സുരക്ഷിതമായി ഇവിടെ എത്തി ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ച് പോകാൻ കഴിയത്തക്ക രീതിയിലുള്ള ഒരു മേഖലയായി ഇവിടെ ക്രമീകരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളുണ്ട്. ക്രിസ്റ്റീന ഇവിടെ എത്തിയതും ഈ സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ കഞ്ചാവ് ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ടുമാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ ഇവിടെ അവരുടെ ഉപഭോക്താക്കളായി എത്തേണ്ടിയിരുന്ന ആളുകൾ ഉന്നതന്മാരായ ആളുകൾ തന്നെയാണ്. കാരണം സാധാരണ നടക്കുന്ന ആളുകൾക്കൊന്നും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ലഹരി വസ്തു അല്ല ഇത് എന്നുള്ളതാണ്. MDMAയേക്കാൾ വിലയുള്ള അല്ലെങ്കിൽ സ്വർണത്തിനേക്കാൾ 1 ഗ്രാം സ്വർണത്തിനേക്കാൾ വിലയുള്ള 1 ഗ്രാം കഞ്ചാവ് എന്ന് തന്നെ പറയാം. 10,000 രൂപയ്ക്ക് മേലാണ് ഒരു ഹൈബ്രിഡ് കഞ്ചാവിന്റെ വില എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ ഒരു വലിയ ലക്ഷ്യമുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് എത്രമാത്രം എക്സൈസ് അന്വേഷിച്ച് കണ്ടെത്തും എന്നുള്ളതാണ് ചോദിക്കേണ്ടത്. കാരണം ഇതിന്റെ റീറ്റെയിൽ മാർക്കറ്റിലേക്ക് ഇത് കൊണ്ടുവരുമ്പോൾ ഇതിന്റെ ഉപഭോക്താക്കളായി വരുന്ന ആളുകൾ ആരൊക്കെയാണ്? അങ്ങനെ ഒരു ഉപഭോക്താക്കളെ ആലപ്പുഴ പോലെയുള്ള ഒരു മാർക്കറ്റിൽ കണ്ടെത്താൻ ഇവർക്ക് കഴിയുന്നുണ്ട്. അതിന് പിന്നിൽ അല്ലെങ്കിൽ അങ്ങനെ കണ്ടെത്താൻ കഴിയുന്ന ഒരു കാരണം അത്ര കണ്ട് വലിയ ഒരു സാഹചര്യത്തിലുള്ള ആളുകളല്ല. അതോ പുറത്തുനിന്ന് ഇത് വാങ്ങുന്നതിനായ ആളുകൾ ആലപ്പുഴയിലേക്ക് സേഫായി എത്തുമോ എന്നുള്ള കാര്യങ്ങൾ ഇത് ഉപയോഗിച്ച് പോകാനുള്ള സംവിധാനം ഒരുക്കുക. അത്തരം അന്വേഷണങ്ങളൊക്കെ ഈ കേസിൽ നടക്കേണ്ടതായുണ്ട്. ഇത് ഇത് മാത്രമല്ല, അതായത് വെറും ഒരു ലഹരി ക്യാച്ച് ചെയ്ത അല്ലെങ്കിൽ കഞ്ചാവ് പിടിച്ച ഒരു കേസ് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഇവർ റീറ്റെയിൽ മാർക്കറ്റിൽ ഇത് വിൽക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇത് വാങ്ങാനായി ആരാണ് എത്തേണ്ടിയിരുന്നത് എന്നുള്ള വമ്പന്മാരെത്തേണ്ടിയിരുന്നത് എന്നുള്ളതൊക്കെയുള്ള ചോദ്യചിഹ്നം നിലനിൽക്കുന്നുണ്ട്. ആ ചോദ്യത്തിനൊക്കെ എക്സൈസ് ഉത്തരം കണ്ടെത്തുമോ? എക്സൈസ് ആ ചോദ്യത്തിനൊക്കെ ഉത്തരം പറയേണ്ടി വരും. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം പുരോഗമിക്കുകയാണ് എന്ന് മനസ്സിലാകുന്നുണ്ട്. ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസയ്ക്കും വലിയ കുരുക്കുകൾ ഇതുമായി ബന്ധപ്പെട്ട് മുറുകുന്നുണ്ട് എന്ന കാര്യത്തിലും സംശയമില്ല. മറ്റൊരു വാർത്തയും ആലപ്പുഴയിൽ നിന്ന് തന്നെയാണ്. അവിടെ അസാധാരണ വൈകല്യത്തോടെ കുഞ്ഞു പിറന്ന സംഭവത്തിൽ ചികിത്സാ പിഴവ് സംബന്ധിച്ച ആരോഗ്യവകുപ്പ് അപകട സാധ്യത അറിയിക്കുന്നതിൽ 2 ഗൈനക്കോളജിസ്റ്റുകളും പരാജയപ്പെട്ടു. മാതാവിന് ആദ്യ 3 മാസം നൽകിയ പ്രസവ ചികിത്സ തൃപ്തികരമല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഡോക്ടർ CB പുഷ്പകുമാരി, ഡോക്ടർ KA ഷേർലി എന്നിവർക്കെതിരെ നടപടിക്ക് ശുപാർശയുണ്ട്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകണമെന്ന് കുഞ്ഞിന്റെ അച്ഛൻ അനീഷ് പ്രതികരിച്ചു. അന്വേഷണത്തിൽ തൃപ്തികരമാണ്. പക്ഷെ അതിന്റെ ശിക്ഷാ നടപടി കൂടെ കറക്റ്റായിട്ട് വരണം. ലാബ് ലൈസൻസ് പൂർണ്ണമായിട്ട് റദ്ദാക്കുക. ഡോക്ടർമാർക്ക് അതിന്റെ സസ്പെൻഷൻ, അതായത് എന്റെ കുഞ്ഞിന്റെ കേസ് തീരുന്നത് വരെ സസ്പെൻഷൻ കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. കുഞ്ഞിനെ ഇവിടുന്ന് കൊണ്ടുപോയ അതേ കണ്ടീഷനിൽ തന്നെയാണ് കുഞ്ഞിന്റെ അവസ്ഥ. കുഞ്ഞിന് ശ്വാസം വിടാനായിട്ടുള്ള ബുദ്ധിമുട്ട്, വെന്റിലേറ്റർ മാറ്റി NIV എന്ന് പറയുന്ന ഒരു വെന്റിലേറ്റർ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. നിലവിൽ കുഞ്ഞ് ഇവിടം വരെ എത്തുമെന്നുള്ളതിന് യാതൊരുവിധ പ്രതീക്ഷയില്ലായിരുന്നു. ദൈവം സഹായിച്ച് ഇവിടം വരെ എത്തി. ശരണ്യ സ്നേഹജൻ തന്നെ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ശരണ്യ, ഒരുപാട് വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് ശരണ്യ നൽകിയിരുന്നു. കൃത്യമായി ഈ പറഞ്ഞതുപോലെ ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ടും നമ്മുടെ വാർത്തകൾ സ്ഥിരീകരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ എന്താണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ? നടപടി ഉണ്ടാകുമോ? ഈ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നൊക്കെ നേരത്തെ ചില വിശദീകരണങ്ങളൊക്കെ വന്നിരുന്നല്ലോ.
രഞ്ജിത്ത്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ പുഷ്പയ്ക്കെതിരെ നിലവിൽ ഇത്തരത്തിൽ മെഡിക്കൽ നെഗ്ലിജൻസുമായി ബന്ധപ്പെട്ട് 4ഓളം പരാതികൾ ആലപ്പുഴ സൗത്ത് പോലീസിന് കീഴിലുണ്ടായിരുന്നു. സൗത്ത് പോലീസ് ഇങ്ങനെ ഒരു കേസ് എടുക്കുമ്പോൾ പോലും ഇതിനകത്ത് ഈ മെഡിക്കൽ ബോർഡ് കൂടി അവർ കൊടുക്കുന്ന ഒരു റെഫറൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ മറ്റ് നിയമ നടപടികളിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. ഒരു പ്രാഥമികമായ ഒരു കേസ് എടുത്ത് നിർത്തിയതിനപ്പുറത്തേക്ക് ഈ കുടുംബങ്ങൾക്കൊന്നും, പരാതി കൊടുത്തിട്ടുള്ള കുടുംബങ്ങൾക്കൊന്നും ഒരു നീതിയും കിട്ടാത്ത ഒരു സാഹചര്യമായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ന്യൂസ് 18 നിരവധി കുടുംബങ്ങളെ ഈ WNC ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പ്രശ്നം അനുഭവിക്കുന്ന കുട്ടികൾക്ക് കൈ തളർന്നുപോയ കേസുകൾ ഉൾപ്പെടെയുള്ള കുട്ടികളെ നമ്മൾ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്നതാണ്. നവംബർ ഇപ്പോൾ നമ്മൾ ഈ പരിശോധിക്കുന്ന അനീഷിന്റെ കേസാണെങ്കിലും, അനീഷിന്റെയും സുറുമിയുടെയും കുഞ്ഞ്, അനീഷ് ഒരു ടാക്സി ഡ്രൈവറാണ്. അനീഷിനും സുറുമിക്കും കുട്ടി ജനിക്കുന്നത് നവംബർ 24-ലാണ്. നവംബർ 24 മുതൽ ജോലി പോലും ഇല്ലാതെ, ജോലിക്ക് പോകാൻ കഴിയാതെ, നിവർത്തിയില്ലാതെ 2 ചെറിയ പെൺകുഞ്ഞുങ്ങളെ ആലപ്പുഴയിലെ ബന്ധുക്കളെ ഏൽപ്പിച്ചുകൊണ്ട് ഇപ്പോൾ 50 ദിവസത്തോളമായി തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ഈ കുടുംബം ആശുപത്രി വരാന്തയിൽ നിൽക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. ഇപ്പോഴും ആ കുട്ടിക്ക് സിവിയറായ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഇന്നലെ ഗതി കെട്ടിട്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. കാരണം ആലപ്പുഴയാണെങ്കിൽ അവർക്ക് വീട്ടിൽ പോകാൻ 2 കുഞ്ഞുങ്ങളെ, മറ്റ് ഇളയ 2 പെൺകുഞ്ഞുങ്ങളെ ഒറ്റയ്ക്കാക്കിയിട്ടാണ്, മൂത്ത കുട്ടികളെ ഒറ്റയ്ക്കാക്കിയിട്ടാണ് ഈ അച്ഛനും അമ്മയും അവിടെ പോയി നിൽക്കുന്നത്. ഇതിനകത്ത് ഈ കുടുംബം 50 ദിവസമായി ആശുപത്രി നിരങ്ങുമ്പോഴും ഈ ആരോഗ്യ വകുപ്പ് തുടക്ക സമയത്ത് തന്നെ വന്ന് പരിശോധിച്ച ഈ ഡോക്ടർമാരിൽ നടക്കം മൊഴി രേഖപ്പെടുത്തിയിട്ടും അതിന്റെ റിപ്പോർട്ട് പുറത്തേക്ക് വിടാൻ തയ്യാറാകുന്നിരുന്നില്ലായിരുന്നു. അനീഷ് പലതവണ DMO ഓഫീസിലും അവിടെ ഇവിടെയും ഒക്കെ കയറി ഇറങ്ങിയിട്ടും അതിനകത്ത് ഒരു നടപടിയും ഉണ്ടാകാത്തൊരവസ്ഥയായിരുന്നു. ഒടുവിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയപ്പോഴാണ് ഈ ഡോക്ടർമാർക്ക് നടപടിയുണ്ട് എന്നുള്ള അറിയിക്കുന്ന അന്വേഷണ റിപ്പോർട്ട് തപാൽ മാർഗം ഇത്രയും നാളുകൾക്ക് ശേഷം ആ കുടുംബത്തിന് ലഭിക്കുന്നതെന്നുള്ളത്. അതിനുള്ളിൽ തന്നെ അവർ അനുഭവിക്കാവുന്നതിന്റെ പരമാവധി അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും ആശുപത്രിയിൽ തന്നെയാണ്. സുറുമി പ്രസവ ശേഷം അതിന്റെ പിറ്റേ ദിവസം മുതൽ ആശുപത്രിയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. അങ്ങനെ അത്ര ഗതികെട്ട സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഡോക്ടർ പുഷ്പയ്ക്കും ഡോക്ടർ ഷേർലിക്കും, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രാഥമിക ഘട്ടത്തിലെ തുടക്കത്തിലെ പ്രസവവുമായി ബന്ധപ്പെട്ട ചികിത്സയിൽ ഉണ്ടായിരുന്ന 2 ഡോക്ടർമാരാണ് ഡോക്ടർ പുഷ്പയും ഡോക്ടർ ഷേർലിയും. ആദ്യത്തെ 3 മാസം ഡോക്ടർ പുഷ്പ നോക്കി, പിന്നീട് ഡോക്ടർ ഷേർലി നോക്കി. ഇവർ 2 പേരുടെയും പരിശോധനയിൽ ഈ കുട്ടിക്ക് ഇത്രയും ഗുരുതരമായ പ്രകടമായ വൈകല്യങ്ങൾ ഉണ്ടായിട്ടും അത് കണ്ടെത്താനായി ഇവർക്ക് കഴിഞ്ഞിരുന്നില്ല. ഇവർ റെഫർ ചെയ്ത സ്വകാര്യ സ്കാനിംഗ് സെന്ററുകളിലെല്ലാം തന്നെ അവർ പോയി അവിടെ ട്രീറ്റ്മെന്റ് സ്കാനിങ് എടുത്തു. ആ സ്കാനിങ്ങിൽ പോലും കാലിനുൾപ്പെടെ പ്രശ്നം ഉണ്ടായിരുന്ന ആ കുഞ്ഞിന്റെ മുഖത്ത്, അതായത് കുട്ടിയുടെ മുഖം പോലും വല്ലാത്ത ബുദ്ധിമുട്ടാണ്. വായുടെ ഭാഗമില്ലാതെ തുറന്ന് കൂടി യോജിച്ചിരിക്കുകയാണ്. ഒപ്പം കണ്ണുകൾ തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്രയും സിവിയർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ള കുട്ടിയെ സ്കാനിങ്ങിൽ ഒരിക്കൽ പോലും പുറമേയുള്ള വൈകല്യം പോലും കണ്ടെത്താൻ ഇവർക്ക് കഴിഞ്ഞിരുന്നില്ല. അങ്ങനെയാണ് ഇപ്പോൾ പ്രാഥമികമായി അന്ന് ആ ശങ്കേഴ്സ്, മിഡേഴ്സ് എന്നീ ലാബുകളായിരുന്നു. അവർക്കെതിരെ അവരുടെ ലാബുകൾക്ക് നിയമ നടപടി എടുത്തെന്ന് പറഞ്ഞെങ്കിലും അതൊക്കെ ഒരു പ്രഹസനം മാത്രമായിരുന്നു എന്നുള്ളതാണ്. ഇവിടുത്തെ വലിയ ലാബുകളാണ് ഇത് രണ്ടും. പിന്നീട് അതൊക്കെ തുറന്ന് പ്രവർത്തിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോ ഈ ഡോക്ടർ പുഷ്പയ്ക്കും ഡോക്ടർ ഷേർലിക്കുമെതിരെ അവർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നും, ഒപ്പം ഇവർക്ക് നൽകേണ്ട ഇവരെ ഇത്തരത്തിൽ ശിക്ഷാ നടപടിക്ക് ശുപാർശ ചെയ്തുകൊണ്ടുമുള്ള കുറ്റക്കാരാണെന്ന് കണ്ടെത്തിക്കൊണ്ടുള്ള ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ടാണ്. ഇത്രയും മാസങ്ങൾക്ക് ശേഷം അങ്ങനെ ഒരു റിപ്പോർട്ടെങ്കിലും ആ കുടുംബത്തിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് എത്രമാത്രം ഇനി ആ നടപടിയിലേക്ക് ആരോഗ്യ വകുപ്പ് കടക്കും എന്നുള്ളതും നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ ലാബുകൾക്കെതിരെ ഇവർ അന്ന് തന്നെ ആരോഗ്യമന്ത്രി പത്രക്കുറിപ്പ് ഇറക്കുകയും ലാബുകൾ അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകുമെന്നൊക്കെ പറയുകയും ചെയ്തിട്ട് പിന്നീട് ആ ലാബുകളൊക്കെ തുറന്നു പ്രവർത്തിക്കുന്ന സാഹചര്യമുണ്ടായി. കാരണം ആ ലാബിലേക്ക് പരിശോധനയ്ക്ക് എത്തിച്ചപ്പോൾ CCTV ദൃശ്യങ്ങൾ ലാബിലില്ല. അതായത് ആലപ്പുഴയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലാബാണ്, അവിടെ CCTV ദൃശ്യങ്ങളില്ല. പിന്നെ ഒപ്പിട്ട ഏത് ഡോക്ടർമാരാണ് വന്ന് ആ സ്കാനിങ് സമയത്ത് ഒപ്പിട്ടതെന്നുള്ള അവരുടെ രജിസ്റ്റർ പോലും സൂക്ഷിക്കാത്ത ഒരു ഇടമായിരുന്നു അത്. ആ അടച്ചുപൂട്ടേണ്ട സ്കാനിങ് സെന്ററുകൾ ഇപ്പോഴും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനിടയിലാണ് അല്പമെങ്കിലും ആശ്വാസമായി ഈ ഡോക്ടർമാർ കുറ്റക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് ഇനി ആരോഗ്യവകുപ്പ് എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് കാണേണ്ടത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും കാത്തിരുന്ന് കാണണം എന്താണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുണ്ടാകുന്ന നടപടി എന്നുള്ളത്. ഏതായാലും ആ മാതാപിതാക്കൾ വലിയ ദുരിതത്തിലാണ്. അവർ 19 ദിവസമായി ഈ കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രികൾ കയറി ഇറങ്ങുന്ന സാഹചര്യം കൂടിയുണ്ട്. വല്ലാത്ത ഒരവസ്ഥയിലൂടെ അവർ കടന്നു പോവുകയുമാണ്.
ശരണ്യാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് കോഴിക്കോട്ടേക്ക് ഒന്ന് പോകണം. കോഴിക്കോട്ടെ ഷഹബാസ് കൊലക്കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ വിധി ഈ മാസം 8-ന്. ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. മകന് നീതി കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്ന് കൊല്ലപ്പെട്ട ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ. നീതിപീഠത്തിൽ വിശ്വാസമുണ്ട്. പ്രതികളുടെ രക്ഷിതാക്കളെ പ്രേരണാകുറ്റം ചുമത്തി കേസിന്റെ ഭാഗമാക്കുമെന്നും പ്രതികൾക്ക് ജാമ്യം നൽകില്ല എന്നുമാണ് പ്രതീക്ഷയെന്നുമാണ് ഷഹബാസിന്റെ പിതാവ് പറയുന്നത്. നീതിപീഠത്തിൽ ഉറച്ച വിശ്വാസമുണ്ട്. ഇന്ന് ഇപ്പോൾ നമ്മൾ കഴിയുന്നത്ര നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 8-ാം തീയതിക്ക് മാറ്റി നിങ്ങൾ അറിഞ്ഞല്ലോ. അതുകൊണ്ട് എന്തായാലും നീതിപീഠത്തിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ഇതിൽ രക്ഷിതാക്കളെ പങ്കുണ്ട് എന്നുള്ളത് വ്യക്തമായി വരുന്നുണ്ട്. അപ്പോൾ അത് അവർ നിഷേധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് ആളുകളെ അതിലേക്ക് ഉൾപ്പെടുത്തിയിട്ട് സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരെയും കൂടി ഇതിൽ പ്രേരണാ കുറ്റം എന്ന രീതിയിൽ ഇതിലേക്ക് ഉൾപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ട്രിഡ്സ് എന്ന ട്യൂഷൻ സെന്ററിന്റെ ആളുകൾ ഇതിലുണ്ട്. അവർക്കറിയാൻ കഴിയുന്നത് അവർ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടിയിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്, അതായത് അടുത്ത ബാച്ചിലേക്കുള്ളതെന്നുള്ളത്. പക്ഷെ അവർ വരെ ഇതിൽ അറിയുന്ന ആളുകളാണ്, ഇതിൽ ഉൾപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് നീതിപീഠത്തിൽ ഉറച്ച വിശ്വാസമുണ്ട്. MS മനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കും. മനീഷ്, ഏതായാലും അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്ന് പറയുന്നു. ഈ മാതാപിതാക്കളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. കാരണം ഈ പ്രതികളുടെ മാതാപിതാക്കളെ കൂടി പ്രേരണാകുറ്റം ചുമത്തി അവരൊക്കെ വമ്പന്മാരാണ്, നീതി കിട്ടുമെന്നുള്ള അവരുടെ പ്രതീക്ഷ വലിയ തോതിൽ ഇല്ലാത്ത സാഹചര്യമുണ്ട്. എന്താണ് പ്രോസിക്യൂഷന്റെ അല്ലെങ്കിൽ പോലീസിന്റെ ഈ വിഷയത്തിലുള്ള നിലപാട്? ആ തരത്തിലുള്ള നീക്കങ്ങൾ എന്തെങ്കിലും അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ടോ? രഞ്ജിത്ത്, വളരെ വിശദമായി തന്നെ ഈ കേസിൽ ഇന്ന് കോടതി വാദം കേട്ടു. അതിനുശേഷമാണ് ഏപ്രിൽ 8-ലേക്ക് ഈ ജാമ്യ ഹർജിയിൽ വിധി പറയാനായി മാറ്റിയിരിക്കുന്നത്. നേരത്തെ ജുവനൈൽ കോടതി കേസ് പരിഗണിച്ചപ്പോൾ അവിടെ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. ആ ജാമ്യാപേക്ഷ ജുവനൈൽ കോടതി തള്ളി. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ജില്ലാ കോടതിയിൽ പ്രതികൾ ജാമ്യ ഹർജി നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും പ്രോസിക്യൂഷൻ ശക്തമായി തന്നെ ഈ ജാമ്യം അനുവദിക്കണമെന്ന ആവശ്യത്തെ തള്ളി. കേസ് അതിന്റെ പ്രാഥമിക ദിശയിലാണ്. അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരമൊരു ഘട്ടത്തിൽ ഈ പ്രതികൾക്ക് ജാമ്യം നൽകിയാൽ അത് കേസിന്റെ അന്വേഷണത്തെ ദോഷകരമായി ബാധിക്കും. അതുകൊണ്ട് 5 പ്രതികൾക്കും ജാമ്യം നൽകരുത് എന്ന ആവശ്യമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. ഒപ്പം ഈ ഷഹബാസിന്റെ അച്ഛന്റെ വക്കീൽ ഉണ്ടായിരുന്നു, അഭിഭാഷകൻ. അദ്ദേഹവും കോടതിയിൽ ഹാജരായി. കഴിഞ്ഞ തവണ ഹർജി നൽകി ഈ കക്ഷി ചേരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ അന്വേഷണം നടക്കുന്ന സാഹചര്യമായതിനാൽ പ്രതികൾക്ക് ജാമ്യം നൽകരുത് എന്ന് ഷഹബാസിന്റെ അഭിഭാഷകൻ പറഞ്ഞു. കുറ്റകൃത്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന ഒരു ചിന്ത അതാണ് ഈ കുട്ടികളുടെ ഈ കുറ്റകൃത്യം നടത്തിയ ശേഷമുള്ള പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിലും മറ്റുമൊക്കെ ചാറ്റ് നടത്തിയതിലും അത് തന്നെയാണ് വ്യക്തമാകുന്നത്. അതായത് ആൾക്കൂട്ട കൊലപാതകമാണ് നടന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരാളിലേക്ക് കേന്ദ്രീകരിക്കാൻ കഴിയാതെ രക്ഷപ്പെടാൻ കഴിയുമെന്ന ഒരു പ്രതീതിയാണ് അവർ സൃഷ്ടിച്ചത്. ഇക്കാര്യങ്ങൾ അവർ പരസ്പരം പങ്കുവച്ചു. ഒപ്പം ഈ കൊലപാതകത്തിന് മുമ്പ് കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും എന്ന രീതിയിലുള്ള ഈ കൊലപാതകം ഉറപ്പിച്ചുകൊണ്ടുള്ള ചില വാക്കുകൾ ഉണ്ടായിരുന്നു. നെഞ്ചക്ക ഉപയോഗിച്ച് ഇടിച്ചു കൊലപ്പെടുത്തുന്ന ഒരു രീതിയാണ് ഈ ഷഹബാസിന്റെ കൊലപാതകത്തിൽ കണ്ടത്. പരിശീലനം സിദ്ധിച്ച ഒരാൾക്ക് മാത്രമേ ഇത്തരം മാത്രം ഹീനമായ കുറ്റകൃത്യം ഒരു ആയുധം ഉപയോഗിച്ച് നടത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ആ കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി കോടതി മനസ്സിലാക്കണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. ഒപ്പം ഈ കൊലപാതകം നടന്ന സമയത്ത് ഈ ആക്രമിച്ച കേസിലെ അല്ലെങ്കിൽ കൊല നടത്തിയ കേസിലെ പ്രധാന പ്രതിയായ വിദ്യാർത്ഥിയുടെ പിതാവ് ആ സ്ഥലത്തുണ്ടായിരുന്നു. അതുകൊണ്ട് പിതാവിനെയും ഈ കേസിൽ പ്രതി ചേർക്കണമെന്ന ഒരു ആവശ്യം കൂടി ഈ ഷഹബാസിന്റെ അഭിഭാഷകന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. എന്നാൽ ഇക്കാര്യങ്ങൾ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഈ പ്രതിഭാഗം, ഈ കുട്ടികളുടെ അഭിഭാഷകൻ കോടതിയിൽ എത്തിയത്. ഇത്രയും ദിവസം ജയിലിൽ കടന്നത് ഒരു ശിക്ഷയായി തന്നെ കണക്കാക്കണമെന്ന ആവശ്യമാണ് പ്രതിഭാഗം മുന്നോട്ട് വെച്ചത്. ചെറിയ കുട്ടികളാണ്, ഈ പഠന അവധിക്കാലമാണ്. കുട്ടികൾക്ക് ഇപ്പോൾ മധ്യമേഖല അവധിക്ക് ശേഷം സ്കൂൾ അടച്ചിരുന്നു. പരീക്ഷയും മറ്റും എഴുതി കഴിഞ്ഞ കുട്ടികളാണ്. ഇനി ഫലം പുറത്തു വരുമ്പോൾ ഉപരിപഠനത്തിനും മറ്റുമൊക്കെ അല്ലെങ്കിൽ തുടർ വിദ്യാഭ്യാസത്തിന് പോകേണ്ട കുട്ടികളാണ്. അവർക്ക് അതുകൊണ്ട് ശിക്ഷ വിചാരണയൊക്കെ നടക്കുന്ന സമയം വരെ താൽക്കാലികമായി ജാമ്യം നൽകണമെന്ന ആവശ്യം പറയുന്നു. കുട്ടികൾക്ക് രക്ഷിതാക്കളെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് രക്ഷിതാക്കളുടെ ഒരു നിയന്ത്രണത്തോടു കൂടി മാത്രമാവും കുട്ടികൾ മുന്നോട്ട് പോവുക. കുട്ടികളുടെ കുടുംബ പശ്ചാത്തലം നല്ലതാണ്. മികച്ച കുടുംബങ്ങളിൽ നിന്ന് വന്ന കുട്ടികളാണ്. അതുകൊണ്ട് അവർക്ക് എതിരെ നേരത്തെ മറ്റൊരു കുറ്റകൃത്യങ്ങളും ഉണ്ടായിട്ടില്ല. കുട്ടികൾ തമ്മിലുണ്ടായ ചെറിയ ഒരു വഴക്ക് അത് ഇത്തരമൊരു സംഭവത്തിലേക്ക് നീങ്ങിയതാണ്. അത് കുട്ടികളെ മാത്രം അക്കാര്യത്തിൽ കുറ്റം പറയാൻ കഴിയില്ല. കാരണം ഈ കുട്ടികളുള്ള ഇടത്തേക്കാണ് ഈ ഷഹബാസ് ആ സമയത്ത് ഷഹബാസും
കൂട്ടുകാരും ആ സമയത്ത് വന്നത്. ഷഹബാസിന്റെ വീട്ടിൽ നിന്നും കുറച്ചധികം ദൂരമുള്ള സ്ഥലമാണ്. എന്തിനാണ് പ്രതികൾ ഈ ഇരകൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഷഹബാസ് അടക്കമുള്ള കുട്ടികൾ അവിടേക്ക് വന്നത്? ഇവർ പഠിക്കുന്ന ഈ പ്രതികളായ കുട്ടികൾ പഠിക്കുന്ന ട്യൂഷൻ സെന്ററിന്റെ മുന്നിൽ വെച്ചാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. അല്ലാതെ കുട്ടികൾ ഷഹബാസ് നിൽക്കുന്ന ഇടത്തേക്ക് പോയതല്ല. ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് വളരെ വിശദമായ വാദം ഇന്ന് കോടതിയിൽ നടന്നത്. ഒപ്പം ചില തെളിവുകളും ഈ കുറ്റകൃത്യങ്ങൾക്ക് ശേഷം ഈ പ്രതികൾ തമ്മിൽ പരസ്പരം ആശയവിനിമയം നടത്തിയതും ഭീഷണി ഒക്കെ നടത്തിക്കൊണ്ട് ചെയ്ത ചില ഇൻസ്റ്റാ ചാറ്റുകളൊക്കെ അടക്കമുള്ളവയുടെ ഡിജിറ്റൽ തെളിവുകൾ പെൻഡ്രൈവിലാക്കി ഇന്ന് കോടതിയിൽ നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒപ്പം ഈ നിർഭയ കേസിലെ സുപ്രീം കോടതിയുടെ വിധി ഇന്ന് കോടതിയിൽ ചൂണ്ടിക്കാട്ടിയാണ് വാദിഭാഗം, പ്രത്യേകിച്ചും ഈ ഷഹബാസിന്റെ പിതാവിന്റെ അഭിഭാഷകൻ വാദിച്ചത്. ഹീനമായ ഒരു കുറ്റകൃത്യം ചെയ്യുമ്പോൾ അവിടെ കുട്ടികളെന്ന പരിഗണന കുറ്റവാളികൾക്ക് നൽകേണ്ടതില്ല, അവർക്ക് മുതിർന്നവരെന്ന രീതിയിൽ തന്നെ പരിഗണിച്ചാണ് ഈ ശിക്ഷ നൽകേണ്ടത്. അപൂർവങ്ങളിൽ അത്യപൂർവമായ ഒരു കേസെന്ന രീതിയിൽ തന്നെ ഇത് കരുതണം. സാധാരണഗതിയിൽ സമൂഹത്തിൽ പലതരത്തിലുള്ള അക്രമവാസനകൾ, കുറ്റകൃത്യങ്ങൾ, കൊലപാതകങ്ങൾ എന്നിവയൊക്കെ നടക്കാറുണ്ട്. പക്ഷേ ഇവിടെ കേവലം 15 വയസ്സുള്ള കുട്ടികളാണ് ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതേ വയസ്സ് പ്രായമുള്ള 10ാം ക്ലാസ് പരീക്ഷ എഴുതേണ്ട ഒരു കുട്ടിയെയാണ് മർദ്ദിച്ചു കൊന്നിരിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിൽ കുട്ടികളെന്ന പരിഗണനയ്ക്ക് യാതൊരു അർഹതയുമില്ലാത്തതാണ് ഈ കുറ്റവാളികൾ എന്നും പറയുന്നു. ഒപ്പം അക്രമത്തിന് ശേഷം ഈ അക്രമത്തെ മഹത്വവൽക്കരിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു ഇവരുടെ സംഭാഷണങ്ങൾ. അല്ലെങ്കിൽ ഈ കുറ്റകൃത്യത്തിന്റെ ഒരു കുറ്റബോധമോ അല്ലെങ്കിൽ തങ്ങളുടെ പ്രായമുള്ള ഒരു കുട്ടിയെ വകവരുത്തിയതിന്റെ സങ്കടമോ ഒന്നും അവരുടെ വാക്കുകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത്തരം ഒരു കുറ്റവാസന തന്നെ ഇവരുടെ വാക്കുകളിൽ പ്രകടവുമായിരുന്നു. അതുകൊണ്ടാണ് അവർ ഇക്കാര്യം ചെയ്ത്. ഒപ്പം ഈ കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ ഉണ്ടാവുമ്പോൾ അതിന്റെ നിയമപരമായ പരിരക്ഷയെക്കുറിച്ചൊക്കെ കുട്ടികൾ കൃത്യമായ ബോധ്യവാന്മാരാണ്. അത് കൂടി കണക്കിലെടുത്ത് കാര്യമായ ശിക്ഷ ലഭിക്കില്ലെന്ന ഒരു കരുതലിലാണ് ഈ കുറ്റകൃത്യം ചെയ്യുകയും ചെയ്തത്. അതുകൊണ്ട് ഈ കുറ്റകൃത്യത്തിന്റെ ഒരു വ്യാപ്തി പരിഗണിച്ച് ആദ്യഘട്ടത്തിൽ തന്നെ ജാമ്യം നൽകിയാൽ അത് മറ്റു കുട്ടികളെ കൂടെ മോശമായി ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. കേവലം ഈ ഷഹബാസിന്റെ കുടുംബത്തിന്റെ ദുഃഖം മാത്രമല്ല, 80% മാർക്കുണ്ടായിരുന്ന ഒരു കുട്ടിയായിരുന്നു ഷഹബാസ്. ഷഹബാസിന് പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, മറ്റു കുട്ടികളുടെയും ഷഹബാസിന്റെ സഹപാഠികളുടെയും ഈ കുറ്റത്തിൽ ഉൾപ്പെട്ട കുട്ടികളുടെ സ്കൂളിലെയും ഒക്കെ കുട്ടികളുടെ മാനസിക നിലയെ അത് വളരെ മോശകരമായി ബാധിച്ചു. അവരുടെ പഠനത്തെ ബാധിച്ചു. പഠനാവധി കാലത്താണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. അതുകൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ പരിഗണിച്ച് ഈ ജാമ്യം നൽകുന്നത് ഒഴിവാക്കണം. ഒരു തരത്തിലും പ്രതികൾക്ക് ജാമ്യം നൽകരുത്. കടുത്ത ശിക്ഷയിലേക്ക് നീങ്ങുന്ന ഒരു നിയമ നടപടിക്രമം തന്നെ ആവണം പ്രതികൾക്കെതിരെ ഉണ്ടാവേണ്ടതും എന്നാണ് ഇന്ന് കോടതിയിൽ വാദം ഉയർന്നത്. അത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഈ കുട്ടി പ്രതികളുടെ മാതാപിതാക്കളെ കൂടി ഈ വിഷയത്തിൽ ഉൾപ്പെടുത്തണം, പ്രതികളാക്കണം എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്ത വലിയ വിവാദമായ ഒന്നാണ്. അത് കാർണവർ വധക്കേസുമായി ബന്ധപ്പെട്ടാണ്. ഭാസ്കര കാർണവർ കൊലക്കേസ് പ്രതി ഷെറിന്റെ മോചനം അത് സർക്കാർ മരവിപ്പിച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം പുറത്തു വരുന്നുണ്ട്. നേരത്തെ ഇത്തരത്തിലൊരു ശുപാർശ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായി എന്നും അത് ജയിൽ വകുപ്പിന് കൈമാറി എന്നുമുള്ള വിവരങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. 2 മാസം മുമ്പാണ് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടായത്. ബാഹ്യ സമ്മർദ്ദമുണ്ടായി എന്ന ആരോപണത്തെ തുടർന്നാണ് ഇപ്പോൾ തീരുമാനം മരവിപ്പിച്ചിരിക്കുന്നത്. ഇത് ഗവർണർക്ക് വിടേണ്ട പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും പ്രാവർത്തികമായിട്ടില്ല. ഈ ഉന്നത ഇടപെടൽ ഈ ഷെറിനെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുവെന്ന് ഗവർണർക്കും പരാതി കിട്ടിയ ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. വി വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. വിനോദ്, വലിയ വിവാദമായൊരു സംഭവമാണ്. നല്ല നടപ്പ് എന്നൊക്കെ പറഞ്ഞാണ് അവർക്ക് ഈ പറഞ്ഞതുപോലെ ശിക്ഷാ ഇളവ് നൽകാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ വീണ്ടും ജയിലിനുള്ളിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു പ്രതി കൂടിയാണ് ഷെറിൻ എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തിരുന്നു. എന്താണിപ്പോൾ സർക്കാരിൻ്റെ പുതിയ നീക്കം ഈ വിഷയത്തിൽ? രഞ്ജിത്ത്, ഈ തീരുമാനം വിവാദമാകും. ഗവർണർക്ക് പരാതി പോയിരുന്നു. 14 വർഷം പൂർത്തിയായ ഷെറിന് ശിക്ഷാ ഇളവ് നൽകി പുറത്തുവിടാനുള്ള തീരുമാനം അത് വിവാദമാകുന്ന ഒരു സാഹചര്യം. മാത്രമല്ല, ഗവർണർ സർക്കാരിനോട് വിശദീകരണം തേടിയേക്കുമെന്ന നിലയുമുണ്ട്. ഈ ഒരു സാഹചര്യം മുന്നിൽ കണ്ടാണ് ഇപ്പോൾ മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം തന്നെ റദ്ദാക്കാനുള്ള നടപടിയിലേക്ക് സർക്കാർ പോകുന്നത്. ഈ തീരുമാനം ഉണ്ടായപ്പോൾ തന്നെ വലിയ ആക്ഷേപമാണ് ഉയർന്നു വന്നത്. കാരണം 14 വർഷമായ നിരവധി പേർ ഇപ്പോഴും ശിക്ഷയിൽ തുടരുന്നുണ്ട്. കണ്ണൂർ ജയിലിലെ 2 പേർ ഇത് സമാന രീതിയിൽ അപേക്ഷ കൊടുത്തെങ്കിലും അവരുടെ അപേക്ഷ തള്ളുകയായിരുന്നു. എന്നാൽ ഷെറിന്റെ കാര്യത്തിൽ മാത്രം വ്യത്യസ്തമായ ഒരു നിലപാടിലേക്ക് പോയി. മാത്രമല്ല, ജയിലുപദേശക സമിതിയുടെ ആദ്യത്തെ ശുപാർശ ഉണ്ടായാൽ പോലും അങ്ങനെ തടവുപുള്ളികളെ പുറത്തേക്ക് വിടാറില്ല. മാത്രമല്ല, അത്
മാറ്റിവെക്കുകയാണ്. പിന്നീട് ഈ ഉപദേശക സമിതി ചേരുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഫോറത്തിന്റെ മുമ്പിലേക്ക് പിന്നീടാണ് അത് മാറ്റിവിടുന്നത്. ആദ്യത്തെ തീരുമാനത്തിൽ തന്നെ ആ അപേക്ഷ വന്ന് അങ്ങനെ ഒരു തീരുമാനമെടുത്ത് പുറത്തുവിടുന്ന കീഴ്വഴക്കമില്ല. ഷെറിന്റെ കാര്യത്തിൽ അതും തെറ്റി. പ്രൊബേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നു, ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശ ഉണ്ടാകുന്നു, ജയിൽ സൂപ്രണ്ടിന്റെ ശുപാർശ ഉണ്ടാകുന്നു. ഇതെല്ലാം തന്നെ ഒന്നിനു പിറകെ ഒന്നായി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ സംവിധാനത്തിന്റെ ഭാഗത്തു നിന്ന് കിട്ടേണ്ട അനുമതികളെല്ലാം ആനുകൂല്യങ്ങളെല്ലാം ഷെറിന് മാത്രം കിട്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. കാരണവർ വധക്കേസ് കേരളത്തിൽ വലിയ കോളിളക്കമുണ്ടാക്കിയ ഒരു കേസാണ്, പ്രമാദമായ കേസാണ്. ഈ തീരുമാനത്തിനെതിരെ കാരണവരുടെ കുടുംബം നിയമ പോരാട്ടം നടത്തുമെന്ന കാര്യവും വ്യക്തമാക്കിയിരുന്നു. ഇതെല്ലാം തന്നെ സർക്കാരിന് മുന്നിലേക്ക് വന്നു. മാത്രമല്ല, സർക്കാർ വെട്ടിലാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. ഗവർണർ ഒരുപക്ഷെ ഇത് ചോദ്യം ചെയ്യുകയും ഇതിന് എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും സർക്കാരിനെ സംബന്ധിച്ച് അത് ഒരു മോശം പ്രതിച്ഛായ ഉണ്ടാക്കുന്ന കാര്യമാകും. മാത്രമല്ല, ഗവർണറുമായുള്ള മറ്റൊരു ഏറ്റുമുട്ടൽ നമുക്കറിയാം. നേരത്തെ ഉണ്ടായിരുന്ന ഗവർണറുമായുള്ള അലോസരമൊക്കെ അറിയാം. ഇപ്പോഴത്തെ ഗവർണർ, പുതിയ ഗവർണർ വന്ന ശേഷം ഈ അർലേക്കറുമായി പരമാവധി ഒരു സമവായത്തിന്റെ പാതയിലൂടെയാണ് സർക്കാർ പോകുന്നത്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ എന്തിനിങ്ങനെ ഒരു കുറ്റവാളിയെ 14 വർഷമാകുമ്പോൾ നല്ല നടപ്പ് എന്ന രീതിയിൽ കുറ്റവാസന ഇല്ല എന്നതിന്റെ പേരിൽ പുറത്തുവിടുന്നു എന്ന ചോദ്യമുണ്ടാവുകയും ഗവർണർ ഇതിന് തടയിടുകയും ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും മറ്റ് പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. ഇതുകൂടി മുന്നിൽ കണ്ടാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ നടപടി ഉണ്ടാകുന്നത്. മാത്രമല്ല, സർക്കാർ മറ്റൊരു ആരോപണം കൂടി നേരിടുന്നുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭയിലെ ഒരംഗത്തിന് ഈ കേസിൽ പ്രത്യേക താൽപര്യമുണ്ട്. ആ ഒരു മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള നടപടികൾ, നീക്കങ്ങളാണ് ഷെറിന് അനുകൂലമായത് എന്ന ആരോപണങ്ങളും ഇതിനിടെ ഉയർന്നു വന്നിരുന്നു. ഇതും സർക്കാരിനെ സംബന്ധിച്ച് വെല്ലുവിളി ഉണ്ടാക്കുന്നതാണ്. കാരണം മറ്റ് തടവ് പുള്ളികൾക്ക് ലഭിക്കാത്ത ആനുകൂല്യം എങ്ങനെ ഷെറിന് ലഭിക്കുന്നു? മാത്രമല്ല, 3 or 4 നിയമ സംവിധാനങ്ങൾ ഇവരെല്ലാം തന്നെ അനുകൂലമായി അതിലൊരു തീരുമാനമെടുക്കുമ്പോൾ അസ്വാഭാവികതയുണ്ട്. ജയിൽ ഉപദേശക സമിതിയുടെ തീരുമാനമുണ്ടായാലും അത് പിന്നീട് പരിഗണിക്കുന്ന കീഴ്വഴക്കമുണ്ട്. അതെല്ലാം മറികടന്നുകൊണ്ട് എങ്ങനെ ഷെറിന് മാത്രം ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നു എന്ന ചോദ്യം ശക്തമായി ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും ഇതിലിപ്പോൾ സർക്കാർ തൽക്കാലത്തേക്ക് മുഖം രക്ഷിക്കുന്നു. നേരത്തെ എടുത്ത മന്ത്രിസഭാ യോഗ തീരുമാനം പിൻവലിച്ചുകൊണ്ടുള്ള നടപടിയിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും ഷെറിന് ശിക്ഷാ ഇളവ് തൽക്കാലം ഉണ്ടാവില്ല. ഷെറിന്റെ ആ ഒരു സ്വപ്നം കൂടി വിഫലമായിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇതൊക്കെയാണ് സ്പോട്ട് ലൈവിൽ പ്രേക്ഷകർക്കായി നൽകാനുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ. ഇന്ന് ക്രൈം രംഗത്ത് ഇന്ന് ഒരുപാട് വാർത്തകൾ സംഭവിച്ച ഒരു ദിവസം കൂടിയാണ്. അതൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു സ്പോട്ട് ലൈവിലൂടെ. സ്പോട്ട് ലൈവ് പൂർണ്ണമാവുകയാണ്. ഇനി ന്യൂസ് 3യുമായി അശ്വതി ചേരും.